എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിൾ ഡൽഹിയുടെ 104ാമത്തെ സയൻസ് പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ടിയർ ടെക്നോളജീസ് ആൻഡ് ഇമ്പാക്ട് ഓൺ അസ്, അല്ലെങ്കിൽ നവസാങ്കേതിക വിദ്യകളും നമ്മളും എന്ന വിഷയത്തിലാണ്. സാധാരണ നമ്മൾ സയൻസിന്റെ ഫണ്ടമെന്റൽ ആസ്പെക്റ്റിനെ പറ്റിയിട്ടാണ് കൂടുതലും സംസാരിക്കാറ്. ഇന്ന് ഈ വിഷയത്തിൽ ഫ്രണ്ടിയർ ടെക്നോളജീസിൽ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് ധാരാളം ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന ചർച്ചകൾ പലപ്പോഴും ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സംസാരമായിട്ടാണ് കാണുന്നത്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും ഇതിൽ കൂടുതൽ ചർച്ചകൾ വരാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഡയലോഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വേണ്ടിയിട്ട് വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ അരുൺ രവിയാണ്. അദ്ദേഹം കെഫി കൺസൾട്ടിങ് ടെക്നോ പാർക്കിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറും പാർട്ട്ണറുമാണ്. മാത്രമല്ല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ധാരാളം അടുത്ത് വർക്ക് ചെയ്യുന്ന ലൂക്കയുടെയും യുറേക്ക സയൻസ് മാഗസിന്റെ ഒക്കെ എഡിറ്റർ ബോർഡിൽ മെമ്പറായിട്ടുള്ള സയൻസ് കേരള ചാനലിന്റെ എഡിറ്റർ ആയിട്ടുള്ള ശ്രീ അരുൺ രവിയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമുക്ക് വേണ്ടി പ്രഭാഷണങ്ങൾ തന്നിട്ടുള്ള പലരും ഇതിലുണ്ട്. അല്ലാതെ വന്നിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഇതിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതൊരു ഇന്റർവ്യൂ മോഡലാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ, നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചർച്ചയിൽ എല്ലാവർക്കും അറിവ് നേടാനായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ട് ആരംഭിക്കട്ടെ. ശ്രീ അരുൺ രവി, സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ഫ്രണ്ടിയർ ടെക്നോളജി എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ നവ സാങ്കേതിക വിദ്യ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ടെക്നോളജികളിലെ ചില ഉദാഹരണങ്ങൾ അത് ഒന്ന് തന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ആദ്യം തന്നെ എന്നെ ഈ ടോക്കിന് വേണ്ടി ക്ഷണിച്ച സയൻസ് പീപ്പിളിന്റെ എല്ലാ സംഘാടകർക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കേൾവിക്കാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ്. എങ്കിൽ കൂടിയും ഇതൊരു വളരെ വലിയ വിഷയമേഖലയാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചെറിയ സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ചില ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ചില തരം വിശദീകരണങ്ങൾക്കോ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഞാനത് കഴിയില്ല എന്ന് തന്നെ പറയും. അധികം അതിനെ അറിയാത്ത കാര്യം പറയാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ ഞാൻ പറയുന്നതിൽ ഒരുപക്ഷെ ഇതിന്റെ ഒരു സാമൂഹിക വശം കൂടി കടന്നു വരുന്നത് കൊണ്ട് പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത്തരം പെർസ്പെക്റ്റീവ്സുകൾ പൂർണ്ണമായിട്ടും എല്ലാവരും ഉൾക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പൊ അതൊരു ഡിബേറ്റ് ആകാം, അല്ലെങ്കിൽ അതിന്റെ വാദഗതികളെ എതിർക്കുകയോ അതിനോട് ഡിബേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ എല്ലാവരും എടുക്കണമെന്ന് ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് നൽകുകയാണ്. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിലേക്ക് വരാം. നവസാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഫ്രോണ്ടിയർ ടെക്നോളജീസ് എന്താണ് എന്നാണ് രമേശ് മാഷന്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഫ്രോണ്ടിയർ ടെക്നോളജീസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം സാങ്കേതിക വിദ്യകൾ, പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ ഒരു വാക്കിനെ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ നവസാങ്കേതിക വിദ്യകൾ. ഇതിനെ ഏതൊക്കെയാണ് ഈ സാങ്കേതിക വിദ്യകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലയളവ് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ചൊന്ന് വിശദീകരിക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു 2000ത്തിന്റെ തുടക്കം മുതൽ 2025, അതായത് ഈ വർഷം വരെയുള്ള വരെയുള്ള എമേർജ് ചെയ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായി വരണം എന്നില്ല, അതിനുശേഷം അതിന് മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ആ ഒരു സമയത്ത് വളർച്ച പ്രാപിച്ച വിവിധ സാങ്കേതിക വിദ്യകൾ ഒരുമിച്ച് ആണ് നമ്മൾ ഫ്രോണ്ടിയർ ടെക്നോളജീസ് അല്ലെങ്കിൽ നവസാങ്കേതിക വിദ്യകൾ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2000 എന്ന വർഷത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, എക്സാക്ട്ലി 2000 എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടി 2000ത്തിന്റെ ഒരു തുടക്ക സമയത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയമായിരുന്നു നമ്മുടെ ലോകത്ത് ഇന്റർനെറ്റ് എന്ന ഒരു ആശയം ഉണ്ടായി വന്നത്, അല്ലെങ്കിൽ അത് പ്രചാരത്തിലായി തുടങ്ങിയത്. ആ പ്രചാരത്തിലായി തുടങ്ങുന്നതിനോടനുബന്ധിച്ചിട്ട്
ഒരുപാട് അധികം സാങ്കേതിക വിദ്യകൾ, ഇന്റർനെറ്റ് അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ, അതോടൊപ്പം തന്നെ ഡാറ്റ എന്ന ആശയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് വരെ ഡാറ്റയൊക്കെ വളരെ വളരെ എന്താ പറയുക, വിശുദ്ധ പശുക്കളായിരുന്നു. അതിനെ ഉപയോഗിക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഡാറ്റ ഒരുപാട് സൃഷ്ടിക്കപ്പെടുകയും അത് ആൾക്കാർക്ക് ലഭ്യമായി തുടങ്ങുകയും ചെയ്ത ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീടുണ്ടായ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഡാറ്റ അധിഷ്ഠിതമായിട്ടുള്ള സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇത്തരം ഒരു സ്വഭാവം ഈ പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകൾക്കുണ്ട്. ഒന്ന്, അതിന് ഇന്റർനെറ്റുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് വെച്ച് അതെല്ലാം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളാണ് എന്നും പറയാൻ പാടില്ല, അങ്ങനെയുമല്ല. രണ്ടാമത്തത്, ഡാറ്റ അധിഷ്ഠിതമായ ഒരു ബാക്ക് സ്റ്റോറി ഈ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗത്തിൽ നമുക്ക് നിരന്തരം കാണാൻ കഴിയും. അപ്പൊ ഇതിനെയാണ് പൊതുവെ നമ്മൾ നവസാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഫ്രോണ്ടിയർ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം പറയാവുന്ന ഒരു ഉദാഹരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ വിളിക്കുന്ന എന്താ നമ്മുടെ കോഴിക്കോടുള്ളൊരു വിശ്വേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിർവികാര ബുദ്ധി എന്ന് പലപ്പോഴും തമാശയായിട്ട് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഒരു നേതാവാണ് ഈ ഫ്രോണ്ടിയർ ടെക്നോളജീസിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ചങ്ങാതി. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രവുമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എമർജ് ചെയ്തത്, അതിന്റെ ഒരു ഗ്ലോറിയിലേക്ക് എത്തിച്ചേർന്നത് ഈ 2000-ന് ശേഷമാണെന്നേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയുള്ള ചർച്ചകൾ 1950 മുതൽ തുടങ്ങിയിട്ടുണ്ട്. 1950-ല് അലൻ മാത്തിസൺ ട്യൂറിംഗ് എന്നുള്ള ഗണിതജ്ഞൻ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നതിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു സംവിധാനത്തിനെ പറ്റി ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുകയും അതിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ വരികയും AI വിൻഡർ ഒക്കെ ഉണ്ടായി 1970-സിലൊക്കെ തന്നെ. അതിനുശേഷമാണ് 2000-ന്റെ തുടക്കത്തിലൊക്കെ എത്തിയപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് വന്നു തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ മറ്റ് ചില സാങ്കേതിക വിദ്യകൾ ഈ സമയത്ത് എമർജ് ചെയ്തു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് റോബോട്ടിക്സ് എന്നൊരു സാങ്കേതിക വിദ്യ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ 2000-ന്റെ ആ ഒരു കാലയളവിൽ അതിന്റെ ഒരു സാധ്യതയും അതിന്റെ എക്സ്റ്റെൻഡും ഒക്കെ കൂടി വന്നു. പിന്നെ മറ്റൊരു സാങ്കേതിക വിദ്യ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അപ്പോൾ വസ്തുക്കളുടെ ഇന്റർനെറ്റ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സാങ്കേതിക വിദ്യ. പിന്നെ കമ്പ്യൂട്ടിങ്ങിന്റെ പലതരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ, ഇപ്പോൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെയൊക്കെയുള്ള വിവിധ വിഷയമേഖലകൾ വന്നു. മൊബൈൽ സാങ്കേതിക വിദ്യകളുടെ തന്നെ പലതരത്തിലുള്ള അതിന്റെ പ്രസരണവുമായി ബന്ധപ്പെട്ടതും അതിനകത്ത് ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് തരം സാങ്കേതിക വിദ്യകൾ ഈ സമയത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 4G ടെക്നോളജി വന്നു, 5G വന്നു, 6G പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളാണ്. ഇതൊന്നും അല്ലാതെ നമ്മൾ ഒരുപക്ഷെ വലിയതായിട്ട് കേൾക്കാത്ത പലതരം സാങ്കേതിക വിദ്യകളും ഈ സമയത്ത് എമർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 3D പ്രിന്റിംഗ്. 3D പ്രിന്റിംഗ് ഒരുപക്ഷെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. പക്ഷെ 4D പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 3D പ്രിന്റിങ്ങിന് ഒരു തലം കൂടി, ഒരു ഡയമെൻഷൻ കൂടി വരുന്ന തരത്തിലുള്ള 4D പ്രിന്റിംഗ് വരുന്നുണ്ട്. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, പിന്നെ നവ ഫാഷൻ സാങ്കേതിക വിദ്യകൾ, പുതിയ മെറ്റീരിയലുകൾ ഉണ്ടാക്കി വരുന്നു. അതുപോലെ ഫൈനാൻസ് മേഖലയിൽ ഫിൻടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ടെക്നോളജീസ് ഈ സമയത്ത് എമർജ് ചെയ്ത് വന്നു. എഡ്യൂക്കേഷൻ മേഖലയിൽ എടെക് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെറ്റ് ഓഫ് ടെക്നോളജീസ് ഈ സമയത്ത് എമർജ് ചെയ്ത് വന്നു. ഇങ്ങനെ അനവധി, ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ ഒരു വളരെ കുറച്ചെണ്ണം മാത്രമേ എനിക്ക് ഉദാഹരണമായിട്ട് സൂചിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് ഒരുപാടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു മൊത്തം കണക്കൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പ്രസക്തമായിരിക്കുന്ന ഏതാണ്ട് 60-65ഓളം പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യകൾ, ഞാൻ ഈ പറയുന്നത് 65ഓളം എല്ലാം ടോട്ടൽ ഒരു സഞ്ചിതമായ എണ്ണമല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 65ഓളം സാങ്കേതിക വിദ്യകൾ ഇപ്പോ ഈ ഫ്രോണ്ടിയർ ടെക്നോളജീസിന്റെ ബാസ്ക്കറ്റിലുണ്ട്. ഇതിനകത്ത് ഉപ സാങ്കേതിക വിദ്യകളുണ്ട്. ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വരും, ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. അപ്പൊ അതിന് ഒരുപാട്, ഇതിനകത്ത് തന്നെ ഇപ്പോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പലതരം ജനറേറ്റീവ് ആയിട്ടുള്ള എന്താ ആർട്ടിഫിഷ്യൽ ജനറേറ്റീവ് AI എന്ന് പറയുന്ന ചില സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. ഇവയൊക്കെ തന്നെ ഇങ്ങനെ ഈ മെയിൻ സാങ്കേതിക വിദ്യയുടെ അകത്തേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഒരു 100 കണക്കിന് വരുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു കളക്ഷനെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു വാക്കാണ് ഫ്രോണ്ടിയർ ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്വരൂപം കൂടി ഞാൻ വിശദീകരിക്കാം. എന്നിട്ട് എനിക്ക് തോന്നുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവ പരസ്പര ബന്ധിതങ്ങളാണ്. പരസ്പരം കൊണ്ടും കൊടുത്തും വളർത്തിയും ഒക്കെ മുന്നോട്ട് പോകുന്ന സാങ്കേതിക വിദ്യകളാണ് ഇവ ഓരോന്നും. ഉദാഹരണത്തിന് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ നാനോ ടെക്നോളജിയുടെ ഒരു സാധ്യതയെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ജനറ്റിക്സിന്റെ, ന്യൂ ബയോളജിയുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് AI ഉറപ്പായിട്ടും വേണ്ടി വരും. തിരിച്ചും അതെ.
റോബോട്ടിക്സ് അല്ലെങ്കിൽ എ ഐക്ക് വലിയ പ്രസക്തിയൊന്നും ചിലപ്പോൾ ചില മേഖലകളിൽ ഉണ്ടാവില്ല. അപ്പൊ ഇവയെല്ലാം പരസ്പരം സഹായിക്കുന്നവയും ഒന്ന് വളരുമ്പോൾ അടുത്തൊരു തലത്തിൽ വളരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു കുഴപ്പവും ഗുണവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് വളരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം വളർച്ച വളരെ എളുപ്പത്തിലും വളരെ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ അധികം വൈകാതെ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റുകൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇത് തന്നെയാണ് അതിന്റെ കുഴപ്പവും. ഇതിന്റെ വേഗത വളരെ കൂടുതലാണ്. നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ സാങ്കേതിക വിദ്യകൾ അവയുടെ ഒരു വളരെ വലിപ്പത്തിലേക്ക് സ്കെയിൽ ചെയ്ത് പോകുന്നത് കാണുകയും ഇതിനനുസരിച്ചിട്ട് സൊസൈറ്റൽ ആയിട്ടുള്ള സിസ്റ്റങ്ങൾക്ക് അതിന് പിന്തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടായി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു അവസ്ഥ നമുക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അത് പറഞ്ഞ പോലെ അതിന് ആശങ്കകൾ ധാരാളമുണ്ട്. അതാണ് കൂടുതലും നമ്മൾ ചർച്ചകളിൽ കാണാറ്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള എല്ലാ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും ജനങ്ങളുടെ ജീവിത രീതിയെ, ജീവിതത്തിന്റെ ആ സ്വഭാവത്തിന്റെ ക്വാളിറ്റിയെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അറിയാം, കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോൾ നമ്മൾ പൊതുവെ ജനങ്ങളെല്ലാവരും വളരെയധികം ആശങ്കപ്പെടുകയുണ്ടായി. പക്ഷെ അൾട്ടിമേറ്റ്ലി കമ്പ്യൂട്ടർ വന്നിട്ടും നമുക്ക് അതുകൊണ്ടുള്ള സാധ്യതകൾ കൂടാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജിയിൽ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് അതിൻ്റെ ഭാവി സാധ്യതകൾ? അതിനു വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് തയ്യാറാവേണ്ടത്? അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാം? ഇതാണ് അടുത്തൊരു ചോദ്യമായിട്ട്. ഓക്കെ, ഇപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന്, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അത് ശരിയാകണമെന്നുമില്ല. എങ്കിൽ കൂടിയും ചരിത്രത്തിന്റെ ചില സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ചരിത്രപരമായി എങ്ങനെയാണ് സാങ്കേതിക വിദ്യകൾ ഇവോൾവ് ചെയ്ത് വന്നതെന്നുള്ളതും അതുപോലെ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടായി വരുന്നതിന്റെയും അതിന്റെ ഒരു സാഹചര്യങ്ങളുടെയും കോണ്ടെക്സ്റ്റിന്റെയും ഒക്കെ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില പ്രഡിക്ഷൻസ്, അതോടൊപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പെർട്സിന്റെയും ഒരുപാട് ഏജൻസികളുണ്ട്, അവരുടെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നിർദ്ദേശങ്ങളും ഒരു കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് പൂർണ്ണമായും ശരിയോ അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുമെന്നുള്ള ഒരു പ്രഡിക്ഷനോ ഒന്നുമല്ല. അപ്പൊ എനിക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഒരു വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു സാങ്കേതിക വിദ്യക്കും ഗുണങ്ങളും ദോഷങ്ങളും ഒരുമിച്ച് തന്നെ ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് ഗുണമാണെന്നോ ദോഷമാണെന്നോ പറഞ്ഞ് മാറ്റി നിർത്താൻ ഈ അണു സാങ്കേതിക വിദ്യകൾക്ക് പോലും, ഇപ്പൊ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്ന ആളിന് അത് എപ്പോഴും ഗുണം മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ലെങ്കിൽ അത് ദോഷം മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ന്യൂക്ലിയർ ഫിഷൻ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏതൊരു സാങ്കേതിക വിദ്യക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെ തന്നെ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ട് മെൽവിൻ ക്രാൻസ്ബർഗ് എന്ന് പറയുന്നുള്ള ഒരു അമേരിക്കൻ ചരിത്രകാരൻ വളരെ രസകരവും വളരെ ആഴത്തിലുള്ള ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാങ്കേതിക വിദ്യകളിൽ ശരിയോ തെറ്റോ ഒന്നുമില്ല. ശരിയും തെറ്റും എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരോപിക്കുന്നതാണ്. അപ്പൊ അതങ്ങനെയൊന്നുമില്ല. പക്ഷെ സാങ്കേതിക വിദ്യകൾ നിഷ്പക്ഷമാണ് എന്ന് നിങ്ങൾ കരുതരുത്. സാങ്കേതിക വിദ്യകൾ എപ്പോഴും പക്ഷം പിടിക്കുന്നതാണ്. ആരുടെ പക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആരുടെ കൈവശമാണോ ഉള്ളത് അയാളുടെ പക്ഷം. ഇപ്പൊ എന്റെ കയ്യിൽ സാങ്കേതിക വിദ്യ ഉണ്ടെങ്കിൽ എന്റെ പക്ഷത്തിലായിരിക്കും സാങ്കേതിക വിദ്യ പ്രവർത്തിക്കേണ്ടാവുക. ഒരു മിലിറ്ററി ജനറലിന്റെ കയ്യിൽ കിട്ടുന്ന ആണവ സാങ്കേതിക വിദ്യക്ക് സ്വാഭാവികമായിട്ടും ഒരു ബോംബ് ഉണ്ടാക്കാനുള്ള യോഗമേ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ അത് വേറൊരു രീതിയിലായിരിക്കും ഉപയോഗപ്പെടുക. അപ്പൊ അതുപോലെ നമ്മൾ ഈ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഓണർഷിപ്പ് അത് ആരിലേക്ക് കൈവരുന്നു, അത് ആരാണ് കൂടുതലും ഇത് സൃഷ്ടിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അജണ്ടകൾ തീരുമാനിക്കുകയും ചെയ്യുന്നതോ എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിന്റെ ശരിതെറ്റുകളും ഇതിന്റെ ചായ്വുകളും ഒക്കെ മാറി മറിഞ്ഞുമൊക്കെ ഇരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റ് സാങ്കേതിക വിദ്യകളെ അപേക്ഷിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെ ഒരു സ്വരൂപത്തിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ അതിവേഗം വളരുന്നവയാണ്. ഇപ്പൊ 2000ത്തിന്റെ തുടക്കം വരെയൊക്കെ ഉള്ള വളർച്ചയെ, പുതിയ ടെക്നോളജികളുടെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ശ്വാസം വിടാൻ സമയം കിട്ടുമായിരുന്നു. ഇപ്പോ നമ്മൾ പലരുമൊക്കെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ റേഡിയോ വരുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ റേഡിയോ എന്നൊരു പർട്ടിക്കുലർ
എക്വിപ്മെന്റ് കണ്ടുപിടിച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അത് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത്. അപ്പൊ ആ വീട്ടിലേക്ക് എത്തുന്നത് തന്നെ നമ്മുടെ വീട്ടിൽ ഘട്ടം ഘട്ടമായിട്ടാണ് എത്തുന്നത്. സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ വന്നിട്ട് പിന്നീട് അത് പതിയെ 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 താഴേക്ക് വരുന്നു. ടി വി വന്നതും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ടി വി കാണാനായിട്ട് തൊട്ടടുത്ത വീടുകളിലേക്ക്, പൈസ ഉള്ള ഒരാളുടെ വീട്ടിലേക്ക് പോരുന്നതൊക്കെ മുതിർന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അപ്പൊ ഇതുപോലെയൊക്കെ അന്നൊക്കെ കുറച്ചുകൂടെ ഒരു ടൈം എടുത്ത്, അതും ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ആദ്യം വന്നിട്ടായിരിക്കും പിന്നീട് ഇന്ത്യയിലോട്ടൊക്കെ വരിക. ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നുള്ളൊരു സ്വാഭാവികമായ അസംഷൻ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ വളരെ വേഗത്തിൽ ഡിപ്ലോയിഡ് ആകുന്ന സൊസൈറ്റികൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഡിപ്ലോയ്മെന്റിന് വേണ്ടി പരുവപ്പെട്ടിട്ടുള്ളത് പോലും ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ ഡീപ്സീക്ക് വരുമ്പോൾ, ഡീപ്സീക്ക് ഇന്ത്യയിൽ എത്തുന്ന അതേ സമയത്ത് തന്നെയാണ് യു എസിലും ചൈനയിലും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അത്ര എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഈ സംഭവം ആൾക്കാരിലേക്ക് എത്തുകയും അവരത് ഉപയോഗിച്ച് തുടങ്ങുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ചാറ്റ് ജി പി ടിയുടെ ഒരു കണക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിട്ട് 5 ദിവസം കൊണ്ട് ഇത് ഏകദേശം 1 മില്യണോളം ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതുപോലെ 2 മാസം കൊണ്ട് ഏതാണ്ട് 10 കോടിയോളം ആൾക്കാർ, 100 മില്യൺ യൂസേഴ്സ് ചാറ്റ് ജി പി ടിക്ക് ഉണ്ടാവുന്നു. ഇത് ഇതുവരെയുമുള്ള ഏതൊരു സാങ്കേതിക വിദ്യയുടെ ഡിപ്ലോയ്മെന്റിനെക്കാളും ഏറ്റവും വേഗതയിൽ സംഭവിച്ച ഒരു കാര്യമായിരുന്നു ചാറ്റ് ജി പി ടിയുടെ ഈ ഒരു വ്യാപനം. ഡീപ് സീക്ക് വന്നതും അതുപോലെ തന്നെ. ഡീപ് സീക്ക് മണിക്കൂറുകൾ കൊണ്ടാണ്. ഈ ഡീപ് സീക്ക് നമ്മൾ കേട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഡീപ് സീക്ക് ലോകത്തിനെ പിടിച്ച് കുലുക്കി കഴിഞ്ഞു. ലോകത്തിലെ വലിയ എന്താ പറയാ സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ ഇടിഞ്ഞു താഴെ പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വേഗത്തിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന ഡിസ്റപ്ഷൻ എല്ലാ തരത്തിലും വലിയതായിരിക്കും. അതുണ്ടാക്കാൻ പോകുന്ന ചില ചലനങ്ങൾ ചെറിയ ഭൂമികുലുക്കങ്ങളല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ ഈ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകുന്നത് ഏതൊക്കെ ഡൊമൈനുകളാണ് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും. ഒന്ന്, ഏറ്റവും വലിയതായിട്ട് ഇത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മേഖല, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് തൊഴിൽ മേഖലയിലാണ് ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ തന്നെയും ആ ഇമ്പാക്ട് വന്നു കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളുടെ എമർജൻസിനനുസരിച്ചിട്ട് ഈ വലിയ ഇമ്പാക്റ്റുകൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ തൊഴിൽ മേഖല പണ്ട് കാലം മുതൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾക്കൂടെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ എന്താകണം എന്നൊക്കെ ഉള്ളത് അച്ഛനമ്മമാരും അധ്യാപകരും ഗവൺമെന്റും ഒക്കെ ചേർന്നിട്ട് തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പല ജോലികളും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അതിൽ തന്നെ ഇപ്പോ ക്ലറിക്കൽ ജോലികൾ പോലുള്ള തൊഴിലുകളൊക്കെ വളരെ വേഗത്തിൽ അതിവേഗം അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന മറ്റു പല ജോലികളും, ഉദാഹരണത്തിന് ഇപ്പൊ ഡോക്ടറിന്റെ ജോലി അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ ജോലി, ക്രിയേറ്റീവ് പേഴ്സൺസിന്റെ ജോലി, ഇതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോംഡ് ആവുന്നു. എല്ലാം തന്നെ ഡിസ്പ്ലേസ്ഡ് ആകുന്നു എന്ന് പറയാൻ പറ്റില്ല, എല്ലാം മാറിപ്പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പരിവർത്തനപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയും ഇതിനകത്തുണ്ട്. ഈ മാറ്റത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ സമൂഹങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു തലം, ഇതുണ്ടാക്കുന്ന ഇത് വലിയ പുതിയ ടെക്നോളജികൾ പെട്ടെന്ന് വരുമ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇത് അപ്രാപ്യമായിട്ട് മാറും. അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അത് പഠിക്കാൻ പറ്റിയെന്നിരിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളിലേക്ക് എത്താൻ പറ്റുന്നിരിക്കില്ല. അപ്പൊ ഇതൊരു വലിയ തരത്തിലുള്ള അനീതികൾ, ഇൻ ദ സെൻസ് ഒരു സമൂഹങ്ങൾക്കിടയിലെ വിടവുകൾക്ക് കാരണമാകുന്ന ഒരവസ്ഥ ഉണ്ടായി വരും. ഇതൊരു വലിയ ചലഞ്ചാണ്. ഇപ്പൊ 2023 ഒരു ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറമാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അവർ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോകത്തിന്റെ വലിയ പ്രശ്നങ്ങൾ 10 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻഇക്വാലിറ്റിയാണ്. ഈ ഡിജിറ്റൽ ഇൻഇക്വാലിറ്റിക്ക് കാരണമായി മാറുന്നത് ഈ ഡിജിറ്റൽ ആക്സസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവീസസ് പ്രോപ്പറായിട്ട് എല്ലാവരിലേക്കും എത്തിച്ചേരാതിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇത് കാരണം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ക്രൈമുകളുടെ കൂടുതലായി ക്രൈമുകൾ ഉണ്ടാവുക, പലതരത്തിൽ ദുരുപയോഗങ്ങൾ വർദ്ധിക്കുക, ഫേക്ക് ന്യൂസുകൾ, മിസ്ഇൻഫർമേഷൻ, മാലിൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ തുടങ്ങിയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഉണ്ടായി വരുന്നു. ഡിജിറ്റൽ ഡിസബിലിറ്റി എന്നൊരവസ്ഥ ഉണ്ടായി വരുന്നു. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരിലേക്ക് മാത്രം ഇതിന്റെ ഗുണഫലങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റുള്ളവർ മുഴുവൻ ഇതിന്റെ ഒരു സ്ട്രീമിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അത് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റുകൾ, ഫിസിക്കൽ ഡിസ്പ്ലേസ്മെന്റുകൾ, തൊഴിലിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ട് ഇതിനെ എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്.
അപ്പൊ ഇത് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തിന്റെ പ്രധാനപ്പെട്ട 10 പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിൽ ഇത് 4-മത്തെയോ 5-മത്തെയോ പൊസിഷനിൽ എത്തുമെങ്കിൽ ഇന്ത്യയുടെ സ്പെസിഫിക് ആയിട്ടുള്ള 10 പ്രശ്നങ്ങളിൽ 1-ാം സ്ഥാനത്ത് ഡിജിറ്റൽ ഇൻഇക്വാലിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 2023 ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ടിന്റെ കണക്കുകളാണ്. ഇത് കണക്ക് നമ്മുടെ ഇന്ത്യക്കകത്ത് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സോ പ്രശ്നങ്ങൾ പലവിധമാണ്. ഇതിന്റെ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇത് ശരിയായിട്ടല്ലാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാം. ഇത് ഏതെങ്കിലും ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിൽ എത്തിപ്പെട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിപ്പെട്ടാൽ അവരെങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കേണ്ടാവുക. രാഷ്ട്രീയപരമായിട്ട് ഇതിനെ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അതിന് സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ പുറമേയുള്ള വേറൊരു പ്രശ്നമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മുടെ മനുഷ്യരെക്കാളും വലുതാക്കി കളയുമോ എന്നുള്ള പേടി. സൂപ്പർ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഈ സിംഗുലാരിറ്റി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ, അതായത് നമ്മളെക്കാളും മനുഷ്യരെക്കാളും കൂടുതൽ ബൗദ്ധികമായി ഉന്നമനം ഉള്ള, ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായി വരുമോ എന്ന ഭയം മനുഷ്യർക്ക് വളരെ കൂടുതലാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്, എന്നാൽ പൂർണ്ണമായും അത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അല്ലാതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ കൂടിയും അവിടെ ഞാൻ കൊണ്ടുവയ്ക്കാണ്. എല്ലാം പറഞ്ഞിട്ട് ഇതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഴുവൻ അപകടമാണ്, എല്ലാം നമ്മൾ നിർത്തിയേ പറ്റൂ, ലോകത്ത് നാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ഡൂംസ്ഡേ പ്രഡിക്ഷൻ ഒന്നും തൽക്കാലം നടത്തേണ്ട ആവശ്യമില്ല. ഇതിന് ഇതുപോലെ തന്നെ ഗുണങ്ങളുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ, നമ്മുടെ സിസ്റ്റങ്ങളെ മെച്ചപ്പെടുത്താൻ, ഗവേണിംഗ് സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താൻ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട്, പട്ടിണി ഇല്ലാണ്ടാക്കാനായിട്ട്, വലിയ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ വലിയ പാൻഡമിക്കുകൾ വരുന്നു, അല്ലെങ്കിൽ വലിയ ഹെൽത്ത് കെയർ ഒരു എമർജൻസീസ് വരുന്നു, ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒക്കെ ഇത്തരം സംവിധാനങ്ങളെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം. സോ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഗുണങ്ങളുടെ അളവും ദോഷങ്ങളുടെ അളവും പണ്ടുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളെ പോലെ ലളിതമോ കുറച്ചോ മാത്രമല്ല, ഇത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് തട്ടിലും, ഈ തുലാസിന്റെ രണ്ട് പാത്രത്തിലും വച്ചിരിക്കുന്ന സാധനങ്ങളുടെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ മുകളിൽ തുലാസ് ഹാൻഡിൽ ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് എളുപ്പമാവില്ല. അപ്പൊ ആരാണ് ഈ തുലാസ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഗവേണൻസ് സംവിധാനങ്ങളാണ്, ഗവൺമെന്റുകളാണ്, പൊതുജനങ്ങളാണ്, സിവിൽ സൊസൈറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു തുലാസിന്റെ ഒരു പിടുത്തം നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ചലഞ്ചായിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പറഞ്ഞു വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, വളരെ ക്ലിയർ ആണ്, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഒരു കാര്യം ഇതിൽ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ഇത് എങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം അത് ഓരോ വിഷയത്തിലും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പറയാം. എന്നാലും ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ വിദ്യാഭ്യാസം എന്നൊരു മേഖല എടുക്കാം. വിദ്യാഭ്യാസം എന്ന മേഖലയിൽ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കതിനെ എങ്ങനെയാണ് അതിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ വിദ്യാഭ്യാസം എന്നുള്ളൊരു വിഷയം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ നിർവചിക്കുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പുതുതായിട്ടുണ്ടാകുന്ന ഒരു തലമുറയെ പരിവർത്തനപ്പെടുത്തുക, അവരെ എത്തിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ കൊടുക്കുക, അല്ലെങ്കിൽ ഈ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ ഇന്നൊവേഷൻ, അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ശേഷികളും അതിനാവശ്യമായ ഘടനകളും ഒക്കെ നിർമ്മിക്കാൻ അവരെ പ്രേരിപ്പിക്കുക, അതിനാവശ്യമായ സപ്പോർട്ട് കൊടുക്കുക, സസ്റ്റനൻസ് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിന് നമ്മൾ പൊതുവായിട്ട് പറയുന്ന ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാങ്കേതിക വിദ്യകൾ അടിമുടി മാറ്റാൻ ഇപ്പൊ തന്നെ കപ്പാസിറ്റി ഉണ്ട്, ഇപ്പൊ തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്, മുന്നോട്ട് പോകുമ്പോഴും മാറും. ഉദാഹരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു സംവിധാനം വരുമ്പോൾ ഈ വ്യക്തികളായി കണ്ടുകൊണ്ട്, ഇപ്പൊ നമുക്കറിയാം ഒരു ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ആ വേദിയിൽ വന്ന് നിൽക്കുന്നു, മുന്നിൽ ഒരു കൂട്ടം ആൾക്കാർ അവരെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ക്ലാസ് റൂം സെറ്റിംഗ് നമുക്കറിയാം, അതിനകത്തൊരു വലിയ ജനാധിപത്യ വിരുദ്ധതയും ഉണ്ട്. അപ്പൊ ആ ജനാധിപത്യ വിരുദ്ധതയിൽ ഒരിക്കലും ഇൻഡിവിജ്വൽസിന്റെ പെക്യൂലിയാരിറ്റീസിനെ, ഓരോ വ്യക്തിയുടെയും കഴിവുകളെയും അവരുടെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു പ്രത്യേകതകളെയോ അല്ലെങ്കിൽ അവരുടെ ഡിസബിലിറ്റികളെയോ ഒന്നും തന്നെ കണക്കിലെടുക്കുന്ന ഒരു സംവിധാനം ഇപ്പൊ ഇല്ല. കുറ്റം പറയാനും പറ്റില്ല. അങ്ങനെ ഇൻഡിവിജ്വലി കണക്കിലെടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ ലോഡ് താങ്ങാനുള്ള ഒരു ശേഷി ഇപ്പോഴത്തെ ഘടനയ്ക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ AI-യുടെ ഒരു അഡ്വന്റോട് കൂടി, അത് മുന്നോട്ട് വരുന്നതോടുകൂടി പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊരു സംവിധാനം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും. അപ്പോൾ ഓരോ വ്യക്തിക്കും വേണ്ടി, ഓരോ
ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവരെ അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസും കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എ ഐക്ക് വലിയ സാധ്യതയാണ്. ഇത് ഇവാലുവേഷൻ ഉപയോഗിക്കാം, ആ, അവരുടെ അവരെവിടെ നിൽക്കുന്നു, അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരെങ്ങനെയാണ് തിരുത്തേണ്ടത്, ഇങ്ങനെയുള്ള പ്ലാനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ, ഇത് ഇതിന് ഉപയോഗിക്കുന്ന പഠന മാധ്യമങ്ങളെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനും അതിനെ എങ്ങനെ കൂടുതൽ ഇന്നോവേഷൻ അതിനകത്ത് കൊണ്ടുവരാം, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഈ എ ഐ മാത്രമല്ല, എ ഐയോട് അനുബന്ധിച്ചിട്ട് വെർച്വൽ റിയാലിറ്റിയും അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി, മെറ്റവേഴ്സ് പോലുള്ള സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയെ അടിമുടി മാറ്റാൻ നമുക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ സാധിക്കും. രണ്ടാമത്തത് ഈ ലോങ് ടേം ലക്ഷ്യങ്ങളിൽ ഇപ്പൊ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, പഠന ആ, ലക്ഷ്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഇതേ സമയം അത് ഉണ്ടാക്കുന്ന വേറെ സവിശേഷ പ്രശ്നങ്ങളുമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാങ്കേതിക ലോകം സ്വാഭാവികമായിട്ടും ഇപ്പൊ നിലനിൽക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പല ഘടകങ്ങളെയും അപ്രസക്തമാക്കും. അത് വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ വരെയുണ്ട്. ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ, ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ ഒരു അസൈൻമെന്റ് കൊടുക്കുന്നു. ഈ കിട്ടുന്ന അസൈൻമെന്റ് കുട്ടികൾ പണ്ട് എങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം, ഇന്നിപ്പോ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്നൊരു അസൈൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി നേരെ പോകുന്നു, ചാറ്റ് ജി പി ടി നോക്കും, ചിലപ്പോൾ അതെടുത്ത് ഡീപ് സീക്കിലിടും, അല്ലെങ്കിൽ അതെടുത്ത് ജെമിനയിലിടും, ആന്ത്രോപ്പിക്കിലിടും, അവിടെ നിന്നുള്ള ഇൻപുട്ട് എടുക്കും. പാരാഫ്രൈസിങ് ടൂളുകളുണ്ട്, ആ പാരാഫ്രൈസിങ് ടൂളുകളിൽ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ദൈവം തമ്പുരാൻ പോലും മനസ്സിലാവില്ല ഈ സാധനം ഒരു യന്ത്രം എഴുതിയതാണെന്ന്. നല്ല ഗംഭീരമായിട്ട് വേണമെങ്കിൽ അത്യാവശ്യം ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ കൂടി, ഒരു കുട്ടി എടുത്തുന്ന മിസ്റ്റേക്കുകളോട് കൂടി ഔട്ട്പുട്ട് തരാനായിട്ട് ഈ സാധനത്തിന് കിട്ടും. അപ്പൊ അങ്ങനെ വളരെ സവിശേഷമായ പ്രശ്നങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിക്കാൻ ഇതിന് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഫേക്ക് ന്യൂസുകളുടെ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ കണ്ടെത്താനുള്ള ഒരു പ്രശ്നം, ഒരു വലിയൊരു ചലഞ്ചായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നു. ഇൻഫർമേഷൻ ഒരു ഓവർലോഡിംഗ് ആണ് നടക്കുന്നത്. ഒരു വലിയ സുനാമി പോലെ വരുന്ന അറിവിന്റെ ഒരു തരംഗത്തിൽ നിന്ന് നമുക്ക് ശരിയേത് തെറ്റേതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചലഞ്ച് ഉണ്ട്. പിന്നെ ഇതിൽ ഏതൊക്കെയാണ് പ്രസക്തമാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. ലോക്കലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ കൂടിയും ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെനാരിയോക്കകത്തേക്ക് കുട്ടികൾ എക്സ്പോസ്ഡ് ആയി പോകുന്നതിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ എഡ്യൂക്കേഷൻ ആസ് എ പ്രോസസ് മെച്ചപ്പെടുത്താൻ ഇത്തരം സാങ്കേതിക വിദ്യകളെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഈ എന്താ പറയാ, നമ്മുടെ ഒരു ആരോഗ്യരംഗം എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ആരോഗ്യരംഗത്ത് ഒരു പുതിയ അസുഖം വരുന്നു, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ, അതിന് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ, അതിനകത്ത് ന്യൂ ബയോളജി എന്ന് പറയുന്ന ഒരു ഫ്രോണ്ടിയർ ടെക്നോളജി മേഖലയ്ക്ക് വളരെ ഗംഭീരമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ന്യൂ ബയോളജിക്കകത്തും അതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പൊ ജെനറ്റിക്സോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ബയോടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ആപ്ലിക്കേഷനുകൾ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഒരു സഹായത്തോടു കൂടി വളരെ കൃത്യമായി ഓരോ മോളിക്യൂളിലേക്കോ അല്ലെങ്കിൽ ഒരു സെല്ലിലേക്കോ ഒക്കെ കൃത്യമായി കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ മൊത്തം സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സിമുലേഷൻ ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം, ഈ ടെക്നോളജികളെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ഓരോ സ്പെസിഫിക് ഡൊമൈനിന് വേണ്ടിയിട്ട്, ഓരോ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടെത്തിക്കാൻ ഇപ്പൊ വലിയ സാധ്യതകളുണ്ട് എല്ലാ മേഖലയിലും. അത് ഈ പറയുന്ന കണക്ക് ഇപ്പൊ ഒന്നോ രണ്ടോ മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതൊന്നുമല്ല. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അത് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അത് എക്കോളജി ആയിക്കോട്ടെ, അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഗവേണൻസ് ആയിക്കോട്ടെ, സാനിറ്റേഷൻ ആയിക്കോട്ടെ, പോലീസിങ് ആയിക്കോട്ടെ, എന്ത് തന്നെ നമുക്ക് ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ മേഖലയ്ക്ക് തത്തുല്യമായ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ എ ഐ സിസ്റ്റംസിനും അതിന്റെ കൂടെയുള്ള മറ്റു ഫ്രോണ്ടിയർ സഹായികൾക്കും വലിയ ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഇത് ജനറിക് ആയിട്ടുള്ള, നമ്മളിപ്പോ ഒരു വലിയ മായാവലയത്തിൽ പെട്ട് കിടക്കുന്നു. എ ഐ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ചാറ്റ് ജി പി ടിയെ പറ്റിയിട്ടും ഡീപ് സീക്കിനെ പറ്റിയിട്ടും ജെമിനൈനെ പറ്റിയിട്ടുമാണ്. എ ഐയിലെ ഈ ഒരു ചെറിയ കഷ്ണമാണ് അതൊക്കെ, അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പൊ ഈ നമ്മുടെ ഫോക്കസ് പോകേണ്ടത്, നമ്മുടെ ഗവൺമെന്റുകളുടെയും നമ്മുടെ ടെക്നോളജിസ്റ്റുകളുടെയും നമ്മുടെ എന്താ പറയാ പോളിസി മേക്കേഴ്സിന്റെ ഒക്കെ ഫോക്കസ് പോകേണ്ടത് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്ന സാധ്യതകളെ അല്ലെങ്കിൽ ഡൊമൈനുകളെ ഐഡന്റിഫൈ ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാം. അതേസമയം വലിയൊരു ഉത്സവത്തിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഈ നമ്മുടെ ബസ് മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയി. ഇനി ഇതിലിപ്പോ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഗവൺമെന്റ്
ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ആശങ്കകളെ ദൂരീകരിക്കാനും ഇതിൽ ഉള്ള അവസരങ്ങളെ മാക്സിമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യണം എന്നാണ് ഇത് സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല എന്നുണ്ടെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, എനിക്ക് അഭിപ്രായം. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയവും അത് തന്നെയാണ്. നമ്മൾ ഇതിന്റെ ടെക്നോളജി നോക്കാനായിട്ട് ടെക്നോളജിയുടെ ആൾക്കാരുണ്ട്, അവർ ചെയ്തോളൂ. അവർക്ക് അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കി തരും. അതുകൊണ്ട് തന്നെയാണ് AI-യുടെയോ അല്ലെങ്കിൽ ഇത്തരം ഫ്രോണ്ടിയർ ടെക്നോളജീസിന്റെയോ സാങ്കേതിക തലത്തിനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച കൊണ്ടുപോകാത്തത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് വേണ്ടത് ടെക്നോളജി ഉണ്ടാക്കാൻ സംവിധാനങ്ങളും അതിനുള്ള സാധ്യതകളും നമുക്ക് നിലനിൽക്കുമ്പോൾ എന്തിനു വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ടെക്നോളജി ഗുണത്തിനോ ദോഷത്തിനോ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകണം, അതുപോലെ തന്നെ അതിനൊരു ഓണർഷിപ്പ് ഉണ്ടാകണം. ഈ ആര് ലോൺ ചെയ്യും, എന്തിനു വേണ്ടി ഇത് ടെക്നോളജി ആവശ്യമാണ് എന്നുള്ളത് ആ അജണ്ടകൾ തീരുമാനിക്കേണ്ടത് ഇത്തരം ഗവൺമെന്റുകളും പൊതുജനങ്ങളും ഇത്തരം സിവിൽ സൊസൈറ്റിയുടെ റെപ്രസെന്റേറ്റീവ്സും ആണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ടുള്ള ഒരു ഡീമിസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ എനിക്ക് വളരെ പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യത ഏറ്റവും കൂടിയ ഒരു മേഖലയാണ് ഫ്രോണ്ടിയർ ടെക്നോളജീസ്. കാരണം ഇത് പത്രങ്ങൾക്ക് ഒരു ആഘോഷമാണ്. പത്രങ്ങൾക്ക് മാത്രമല്ല, ഇത്തരം നമുക്ക് കിട്ടുന്ന ഏതൊരു മീഡിയയും ഇതിന്റെ ഒരു രസങ്ങളും പൊടിപ്പുകളും തൊങ്ങലുകളും ഒക്കെ ആഘോഷിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കിപ്പോൾ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്ന വലിയ ഈ നിറപ്പകിട്ടുകൾക്കും അല്ലെങ്കിൽ വലിയ പേടിപ്പിക്കലുകൾക്കും ഉപരിയായിട്ട് ഇതിനൊരു തലമുണ്ടെന്നും ആ തലത്തിന് വലിയ സാധ്യതകളും പ്രശ്നങ്ങളും ഉണ്ടെന്നും മനസ്സിലാക്കാൻ ഈ ഇതിനെ പറ്റിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഡിസിഷൻ മേക്കേഴ്സിന്റെ ഒരു സമൂഹത്തിന് കഴിയണം. സോ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാകുക, അവർ ഇതിനെപ്പറ്റി വിശദമായി സാങ്കേതിക വിദഗ്ധന്മാരുമായിട്ടും സാമൂഹികമായി ഇതിന് ഇമ്പാക്ട് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടുള്ള ഇതിന്റെ പൊളിറ്റിക്സിനെ പറ്റിയിട്ടും ഇതിന്റെ ഐഡിയോളജിയെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ലോകത്ത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഫോറങ്ങളും പലതരത്തിലുള്ള കൺവെൻഷൻസും ഒക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു എത്തിക്കൽ സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പഠനങ്ങൾ, വലിയ കോൺഫറൻസുകളൊക്കെ ലോകമൊട്ടാകെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2023 തന്നെ ബ്ലച്ച്ലി കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് വലിയ ഒരു കോൺഫറൻസ് നടത്തുകയും അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ കൂടി ചേരുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നൈതികതയെ പറ്റിയിട്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു AI ആക്ടിനെ പറ്റിയിട്ടുള്ള വലിയ ഡെലിബറേഷൻസ് നടക്കുന്നുണ്ടായി. US-ന്റെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ അവരുടെ രാജ്യത്തിന്റെ ഒരു AI പോളിസികളെ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ മുന്നോട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി. ഇന്ത്യ പോലും ഇന്ത്യക്കകത്തൊരു AI പോളിസിയെ പറ്റിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയൊക്കെ ഉണ്ടായി. പക്ഷെ ഇതിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അതിനെ നോക്കി കാണുമ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഒന്നുകിൽ ഇതിന്റെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അത് മോശമൊന്നുമല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെ അത് സംസാരിച്ചു പോകണം. ആ എത്തിക്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചകൾ നടക്കുമ്പോഴും അതിന്റെ ലാഭകേന്ദ്രീകൃതമായ ഒരു മുതലാളിത്തത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആശയ പരിസരമാണ് ഈ ചർച്ചകളിൽ അവർ പ്രധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നോളജിയെ പറ്റിയിട്ടുള്ള ഒരു ഡെലിബറേഷൻസ്, ടെക്നോളജിയുടെ സോഴ്സിങ് അല്ലെങ്കിൽ ടെക്നോളജിയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സമൂഹതലം, സാമൂഹികമായി ഇതിന്റെ എവിടെയാണ് പ്രോബ്ലം സ്റ്റേറ്റുകൾ ഡിസൈൻ ചെയ്യേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള അജണ്ടകൾ ഉണ്ടാക്കിയെടുക്കണം, ഏതൊക്കെ ഡൊമൈനുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ആ ഡൊമൈനുകൾക്കകത്ത് എന്താണ് മാറ്റം വരുത്തേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനിങ് എന്നൊരു സംഭവം അൺഫോർച്ചുനേറ്റ്ലി വലിയ രീതിയിൽ നടക്കുന്നില്ല എന്ന് മാത്രവുമല്ല, നടക്കുന്നിടത്തൊക്കെ അത് വലിയ രീതിയിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ഇവൻ എത്തിക്കലായിട്ടുള്ള ചർച്ചകൾക്കകത്ത് പോലും ഈ ചില എത്തിക്കൽ ഡയമെൻഷൻസിനെ വല്ലാണ്ട് വെള്ളം ചേർത്തിട്ടൊക്കെയാണ് ഈ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ചർച്ചകൾ കൊണ്ട് ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഒരു വലിയ എന്താ പറയുക ക്ലെയിമുകൾക്കൊന്നും വലിയ കാലത്ത് നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതെന്നാൽ ഒരു കേരളം പോലുള്ള ഒരു ഇൻഡിവിജ്വൽ സമൂഹത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ എടുത്താലോ ഒന്നും തന്നെ ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും സംഭവിപ്പിക്കാൻ സാധ്യതയുമില്ല. എന്നാൽ നമുക്ക് കഴിയായികയില്ല എന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മേഖലകളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒന്ന്, നമുക്ക്
നമ്മുടെ പ്രാദേശികവും നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും ദേശീയവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് നമ്മുടേതായ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് ആസ് എ കമ്മ്യൂണിറ്റി ഓഫ് എന്താ പറയുക ടെക്നോളജിസ്റ്റ്, ഞാൻ എൻ്റെ ഗ്രൂപ്പിന് ഇന്നൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആസ് എ കമ്മ്യൂണിറ്റി ഓഫ് സാനിറ്റേഷൻ വർക്കേഴ്സ് ഞങ്ങൾക്ക് ഇന്നൊരു ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ സാങ്കേതിക വിദ്യകൾക്ക് സഹായം ചെയ്തു തരാൻ പറ്റുന്ന നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റുകളെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഡിജിറ്റൽ അജണ്ടകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും താഴെ തട്ട് മുതൽ വാർഡ് തലം മുതൽ തന്നെ തുടങ്ങി ഒരു ദേശീയ തലം വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഡെലിബറേഷൻസിലൂടെ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള പോളിസി മേക്കേഴ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാർഗനിങ് കപ്പാസിറ്റി കിട്ടും. ഇപ്പൊ കേരളം മൊത്തത്തിൽ പറയാണ് നമുക്ക് ഇതാണ് ആവശ്യം, ഇത് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഈ സർവീസസ് ഞങ്ങൾ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ഒരു സ്വാഭാവികമായ ഒരു കേൾവിക്കാര് ഈ സാങ്കേതിക മേഖലയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറയാണ്, ഇപ്പോൾ ഒരു ഇന്ത്യ മൊത്തത്തിൽ പറയാണ് ഇന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഞങ്ങൾ എടുക്കില്ല, ദിസ് ഇസ് എ ബിഗ് നോ, നിങ്ങൾ ഇനി തന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഇതിന്റെ പ്രശ്നങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞു, അത് ഞങ്ങൾ കൂടുതലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കണം എന്നുള്ളത് ഒരു തലത്തിൽ നടക്കുന്നു. രണ്ടാമത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ കമ്മ്യൂണിറ്റി ടെക്നോളജി എന്ന് പറയുമ്പോൾ ഡീപ് സീക്ക് എന്നുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഒരു വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഡീപ് സീക്ക് എന്ന് പറയുന്നത് ചാറ്റ് ജിപിടിയെക്കാളും മെച്ചമാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത് വേറൊരു തരം ചർച്ചയാണ്. പക്ഷേ ഡീപ് സീക്ക് എന്നുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു വലിയ സാധ്യത കുറഞ്ഞ പ്രോസസ്സിംഗ് ചെലവിൽ, ഇപ്പൊ നമുക്കറിയാം ചാറ്റ് ജിപിടി എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ആന്ത്രോപിക് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ജെമിനൈ എന്നൊക്കെ പറയുമ്പോഴോ ഇതിന് വേണ്ട പ്രോസസ് കപ്പാസിറ്റി ചെറുതൊന്നുമല്ല, വളരെ 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 വലിയ അളവിലെ പ്രോസസ്സിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വലിയ അളവിലെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ആർക്കാ കൊണ്ടാകാൻ പറ്റുക? അതൊരിക്കലും ഒരു കേരളം പോലൊരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റാർട്ടപ്പിനോ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് വലിയ കോടിക്കണക്കിനോ ബില്യൺസിനോ അല്ലെങ്കിൽ ട്രില്യൺസിലോ കണക്ക് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവരുടെ കുത്തകയായിരുന്നു. പക്ഷെ ഡീപ് സീക്ക് എത്തിയപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ് സീക്ക് ഒരു പൊട്ടൻഷ്യൽ കാണിച്ചു തന്നു. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ അൽഗോരിതങ്ങളെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന ഒരു സാധ്യത വന്നു. ഇതിന്റെ തന്നെ തുടർച്ചയായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്ന പുതിയ ചാറ്റ് ജിപിടി പോലുള്ള ആപ്ലിക്കേഷന് പകരം സ്മോൾ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്ന ചെറുകിട വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു പ്രത്യേക അധ്യാപകർക്ക് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്താണ് എക്സ്പേർട്സിന് വേണ്ടി മാത്രമുള്ള ചെറിയ സൊല്യൂഷൻസ്, AI സൊല്യൂഷൻസിനെ സൃഷ്ടിക്കാൻ പറ്റുമെന്നും അതിന് ഒരുപാട് കാശ് വേണ്ടെന്നും ഒരുപാട് സംവിധാനങ്ങൾ വേണ്ടെന്നും ഉള്ള ഒരു സാധ്യത ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ റിവീലായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു വലിയ ഖനിയാണ്, ഒരു വലിയ പൊട്ടൻഷ്യലാണ്. ഈ ബസ്സിനെ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റുകളുടെയും പോളിസി മേക്കേഴ്സിന്റെയും ഒക്കെ ഒരു ഫോക്കസ് ആയിട്ട് വരേണ്ടത്. നമുക്ക് നമ്മുടെ ഇടയിൽ ഇത്തരം ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകളിലൂടെ, ചെറിയ ഫോക്കസ് ഗ്രൂപ്പുകളിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് കൊണ്ടുപോകാം. വലിയ ഹൈപ്പൊക്കെ അവിടെ നടന്നോട്ടെ, വലിയ തരത്തിലുള്ള ലലമങ്ങളൊക്കെ അവരുണ്ടാക്കിക്കോട്ടെ, അതൊന്നും നമുക്ക് വേണ്ടെന്നൊന്നും വയ്ക്കേണ്ട. പക്ഷെ നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് മിസ്സാവും. കാരണം എന്ന് വെച്ചാൽ അവിടെയും പിന്നെ ഈ വലിയ കുത്തകകൾ വന്ന് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ അവിടെ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഇപ്പോ അഭിപ്രായപ്പെടാനുള്ളത്. ഇനിയൊരു ഇത് പറഞ്ഞത് നമ്മള് നവസാങ്കേതിക വിദ്യകളുടെ വേറൊരു ഭാഗമായിട്ടുള്ള, നമ്മൾ AI പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. ബയോ കമ്പ്യൂട്ടിങ് ഇല്ലെങ്കിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ, അതിൽ ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ഗൗരവമായിട്ട് കാണണം? ഈ ബയോ കമ്പ്യൂട്ടിങ്ങും ഇതിനെ പറ്റിയിട്ടും പല ആശങ്കകളും ഉണ്ട്. അതില് ആശങ്കകൾ മാത്രമേ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളൂ, ധാരാളം കേട്ടിട്ടുള്ളൂ. മറ്റേ അതിന്റെ സാധ്യതകളെ പറ്റിയിട്ട് ആരാണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ബയോ കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്തായിരുന്നു അടുത്ത സംഭവം വിട്ടുപോയി ഞാൻ. ബ്രെയിൻ മെഷീൻ ഇന്റർഫേസസ്. ഈ സാങ്കേതിക വിദ്യകൾ ന്യൂറോ സയൻസിന്റെ ഒക്കെ ഒരു സഹായത്തോടു കൂടി ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ള പുതിയ ഒരു മേഖലയാണ്. ഇപ്പൊ ബയോ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കമ്പ്യൂട്ടിങ്ങിനെ കാണുന്നത് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള സംവിധാനങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും കുറെ ചിപ്പുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ കമ്പ്യൂട്ടിംഗ്
എന്ന ഒരു വിഷയത്തിനുമായിട്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ബയോ കമ്പ്യൂട്ടിംഗ് പറയുമ്പോൾ കമ്പ്യൂട്ടിംഗ് എന്ന ആശയം, കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ അല്ല, നമ്മൾ ഈ പറയുന്ന ലാപ്ടോപ്പ് ഒക്കെ തുറന്നു വെച്ചിരിക്കുന്ന പുറത്ത് സംവിധാനം അല്ല. പക്ഷെ കമ്പ്യൂട്ടിംഗ് എന്ന ആശയത്തിനെ ഈ ബയോളജിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ സെല്ലുകൾ ഉപയോഗിക്കാം, ചിലപ്പോൾ DNA ആയിരിക്കാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ബയോളജിക്കൽ ഒരു എന്താ പറയുക ഒരു ജൈവ തന്മാത്രകളെയും ജൈവ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ ബയോ കമ്പ്യൂട്ടിംഗ് എന്നുള്ള മേഖലയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഈവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ പോലും വലിയ 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 രീതിയിലുള്ള ഇത്തരത്തിലുള്ള പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് വലുതായി വരുന്നുണ്ട്. അപ്പൊ അത് ഭാവിയിലെ കമ്പ്യൂട്ടിങ്ങിന്റെ എക്സ്റ്റൻഷൻസ് ആണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ്ങിന്റെ ഏക സാധ്യത എന്ന് പറയുന്നില്ല. കമ്പ്യൂട്ടിങ്ങിന് ഇനി വലിയ ഒരുപാട് തരം സാധ്യതകൾ കമ്പ്യൂട്ടിങ്ങിന് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ക്വാണ്ടം സയൻസിന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ സാധ്യതകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഒരു തലത്തിലാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോകുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ് അത് വേറൊരു രീതിയിൽ പോകുന്നുണ്ടാവും. ബയോ കമ്പ്യൂട്ടിംഗ് വേറൊരു രീതിയിൽ പോകുന്നുണ്ടാവും. പല സ്ട്രീമിൽ ഇത് ഇവോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഗുണങ്ങളുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടിങ്ങിന്റെ എഫിഷ്യൻസി കൂടുന്നുണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ അളവ് കൂടുന്നുണ്ടാകും. ഇപ്പോ ശരീരത്തിനുള്ളിൽ ഇത്തരം ബയോ കമ്പ്യൂട്ടേഴ്സിനെ പ്ലേസ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു സാധാരണ ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ എളുപ്പമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ആ സമയത്തുള്ള ആപ്ലിക്കേഷനുകൾ വഴി ലഭ്യമായെന്നിരിക്കാം. ഇതൊക്കെയുള്ള ഒരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ദെൻ ബ്രെയിൻ മെഷീൻ ഇന്റർഫേസസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയും ന്യൂറോ സയൻസിന്റെ ഒരു മേഖലയിൽ ഉണ്ടായി വന്നിട്ടുള്ള, അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള വലിയൊരു ടെക്നോളജിക്കൽ ഡൊമൈൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ബ്രേക്ക് ത്രൂ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറുമായി പ്രതികരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതുമായി സംസാരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ, യന്ത്രങ്ങളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ ടൂ വേ ആകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലോകം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ കുറച്ച് അത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറെയൊക്കെ എന്താ പറയാ ഒരു കൽപ്പിത കഥകളുടെ തലത്തിൽ വരുന്നതാണ്. പൂർണ്ണമായിട്ടും ഇപ്പൊ സംഭവിച്ചതാണെന്ന് വിചാരിച്ചു കളയരുത്. ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്. എന്നാലും ബ്രെയിൻ മെഷീൻ ഇന്റർഫേസസിന്റെ ഒരു പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇലോൺ മസ്കിന്റെ ഒരു കമ്പനി നമ്മുടെ ബ്രെയിനകത്ത് ഒരു ചിപ്പ് സ്ഥാപിക്കുന്നതിനെ പറ്റിയിട്ട് ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് വഴി അവരുടെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക ഡിസബിലിറ്റികളുള്ള വ്യക്തികൾക്ക്, ഉദാഹരണത്തിന് ഒരു കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിക്ക് കാഴ്ചയുടെ ഏതെങ്കിലും ഒരു നെർവിന്റെ ഒരു ഡാമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു പ്രശ്നം കാരണമായിരിക്കാം. അപ്പൊ ആ ഒരു ഇഷ്യൂവിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ശാരീരിക പ്രതിഭാസത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ബ്രെയിനിനെ സഹായിക്കുന്ന അഡീഷണൽ ഒരു എക്യുപ്മെന്റ് എന്നുള്ള രീതിയിലാണ് ന്യൂറാലിങ്കിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടായതായിട്ട് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്. കുറച്ചു പേർക്കൊക്കെ അതിന് മുന്നോട്ടേക്ക് പരീക്ഷണത്തിന് വിധേയരാകാൻ മുന്നോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ പൊട്ടൻഷ്യലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പല 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 തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ കംപ്ലീറ്റ്ലി സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരാള്, അയാൾക്ക് പുറം ലോകവുമായിട്ട് സംസാരിക്കാനായിട്ട് അയാളുടെ തലച്ചോറിനകത്ത് ഒരു ചിപ്പ് ഘടിപ്പിക്കുകയും ആ ചിപ്പ് അയാളുടെ ചിന്തകളെയും അയാൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതിനെയും ക്യാപ്ചർ ചെയ്തിട്ട് പുറത്ത് ഒരു സ്പീക്കർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സംവിധാനം വഴിയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ ഉള്ളൊരു സംഭവം ഇതിനു മുമ്പ് തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പലതും വിജയിച്ചിട്ടുമുണ്ട്. ഇത് കണക്കുള്ള ഒരുപാട് ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാൻ പല പല രീതിയിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ മാത്രമല്ല, പുതിയ പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണം, എന്റെ തലച്ചോറിനകത്ത് ഒരു ചിപ്പ് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ചിപ്പ് കൊണ്ട് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ, എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു പൊട്ടൻഷ്യൽ ഒരു ഭാവിയിലെ ജനാധിപത്യത്തിന് വലിയ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലുള്ള ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളൊരു ആശയത്തിനെ ചോദ്യം ചെയ്യേണ്ടാവും. ആരാണ് മനുഷ്യൻ, അല്ലെങ്കിൽ ആരുടെ ഈ ഫ്രീ വിൽ എന്നൊക്കെയുള്ള ആശയത്തിന്റെ ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള സാധ്യതകൾ അത് കൊണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനിയാണ് കഥകൾ വരുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ഇപ്പൊ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനൊരു കഞ്ചാവ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് സങ്കല്പിക്കാം. അപ്പൊ പക്ഷേ കഞ്ചാവ് വലിക്കുന്നത് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നത് എനിക്ക് ശരീരത്തിന് ദോഷകരമാണെന്ന് അറിവുണ്ടെങ്കിൽ എനിക്ക് ഈ ഹൈ വേണം, ഈ ഒരു ലഹരി എനിക്ക് വേണം. പക്ഷെ എനിക്ക് എന്റെ ശരീരത്തിന് കിടക്കാൻ പറ്റില്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ അതിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ തലച്ചോറിനടുത്ത് ഒരു മെസ്സേജ് കൊടുത്താൽ മതി, ചങ്ങാതി ഈ ഒരു സാധനത്തിന്റെ ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാക്കി തരും.
അത്തരത്തിലുള്ള ഒരു കൃത്രിമമായിട്ടുള്ള സെൻസേഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിൽ നല്ലതാണെങ്കിൽ കൂടിയും ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ മനുഷ്യൻ്റെതായിട്ടുള്ള സ്വാഭാവികമായ രീതികളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ഇത്തരം ഉപകരണങ്ങൾ വലിയ രീതിയിൽ ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം. അത് ഒരു വലിയ ചലഞ്ചായിട്ട് വരാം. രണ്ടാമത്തത്, ലോകത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതും ഒരു ലോങ് ടേം പ്രഡിക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സംഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല, എങ്കിൽ കൂടിയും ഒരു രസമുള്ള ഒരു കഥയാണ്. ഇപ്പൊ മനുഷ്യന്റെ തലച്ചോറിന്റെ അകത്തുനിന്നുള്ള ഇൻഫർമേഷൻ എടുക്കാൻ ഈ ബ്രെയിൻ മെഷീൻ ഇന്റർഫേസുകൾക്ക് സാധിക്കും. അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ എൻ്റെ തലച്ചോറിലെ മെമ്മറീസും എൻ്റെ തലച്ചോറിനകത്തുള്ള ചിന്തകളും എൻ്റെ തലച്ചോറിന്റെ ഫങ്ഷനിങ് മുഴുവൻ ഭാവിയിൽ കോപ്പി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഈ അടുത്ത സമയത്ത് കുറെ മൂവീസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അപ്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റുന്ന രസമുള്ള മൂവീസ് ഒക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ ഇതിനെ പറ്റിയുള്ള പ്രൊഡിക്ഷൻസ് ഒക്കെ ഇപ്പൊ ഹരാരിയുടെ ബുക്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഞാനെന്ന മനുഷ്യന്റെ ശരീരം കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അത് നശിച്ചു പോകും. കാരണം അതൊരു സ്വാഭാവികമായി നശിച്ചു പോകുന്ന ഒരു കാര്യമാണല്ലോ. ഇന്ന് നശിക്കുന്നതിന് മുമ്പേ എന്റെ തലച്ചോറിനെ ഡൗൺലോഡ് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചതിന് ശേഷം വേണമെങ്കിൽ അതിനെ വേറൊരു ശരീരത്തിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരു പുതിയ ജീവിതം കിട്ടുകയാണ്, വേറൊരു ശരീരത്തിൽ. ഇനി അത് ശരീരം തന്നെ ആവണമെന്നില്ല, അതൊരു യന്ത്രമാകാം. ഒരു യന്ത്ര മനുഷ്യന്റെ കൈയും കാലുമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എനിക്ക് എന്റെ തലച്ചോറിനെ മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വേറൊരു തരം പ്രശ്നം ഉണ്ടാക്കും. കാരണം അതിൽ ആരാണ് മനുഷ്യൻ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും. ഇതുപോലെ തന്നെ ഒന്നിലധികം യന്ത്രങ്ങളിലേക്ക് ഒരേ തലച്ചോറിനെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരാളിനെ തന്നെ പല സ്ഥലങ്ങളിൽ ഒരേ സമയം നിലനിൽക്കാൻ പറ്റും. ഇതൊക്കെ ഇപ്പോഴും അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്. കാരണം പിന്നീട് ആരും പറയരുത് ഇങ്ങനെ ഒരു സാധനം വന്നു എന്ന് വിചാരിക്കരുത്. വന്നിട്ടില്ല, പക്ഷെ ഇത് പൊട്ടൻഷ്യലാണ്. ഇത് കണക്ക് 100 കണക്കിന് പൊട്ടൻഷ്യൽ ഗുണങ്ങളും ദോഷങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാം. ഇത് ഒരു വലിയ എത്തിക്കൽ ചലഞ്ചാണ്. ഇപ്പോൾ നമ്മൾ ക്ലോണിങ്ങിനെ പറ്റി ഒരു ടെക്നോളജിയെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വലിയ ഗൗരവത്തിൽ ആലോചിച്ച ചില പ്രശ്നങ്ങളെ പോലും, അല്ലെങ്കിൽ അതിനേക്കാളും ഉപരിയായിട്ട് ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു എത്തിക്കൽ ഒരു പ്രശ്ന സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെ ചലഞ്ച് ചെയ്യാൻ, ഇതിനെയാണ് ന്യൂറോ എത്തിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഇപ്പൊ പുതുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള ബ്രെയിൻ ടു മെഷീൻ ഇന്റർഫേസസിന്റെയും ഈ ബയോ കമ്പ്യൂട്ടിങ്ങിന്റെയും ഈ കാലഘട്ടം, അതിന്റെ ഇനിഷ്യൽ ഫേസസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ എത്തിക്കൽ ഡയമെൻഷൻസിനെ പറ്റി കൂടി ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് പോവുകയും വേണം എന്നുള്ള ഒരു സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ അതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. ഓൾമോസ്റ്റ് 40-45 മിനിറ്റോളം സംസാരിച്ചതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തരമൊരു ചർച്ചയിൽ, ഇത്തരമൊരു ഇന്ററാക്ഷനിൽ ഇതിൽ കൂടുതൽ പറ്റില്ല. നമ്മൾ 100ഓളം നവ സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റിയത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വലിയൊരു വിഷയമാണ്, തീർച്ചയായിട്ടും വലിയൊരു വിഷയമാണ്. എന്തായാലും ഇതുപോലൊരു ചർച്ച നടന്നത് വളരെ സന്തോഷം. കാരണം ഇത് വീണ്ടും ഇതുപോലത്തെ ചർച്ചകൾ നടക്കണം. ഇതേ വിഷയത്തിൽ ഇതിൽ എത്തിക്സിന്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റ് സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വീണ്ടും എല്ലാവരും ചർച്ച ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൺക്ലൂഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും? എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു ചോദ്യം പെൻഡിങ് ഉണ്ട്. ഒരു ഗിരിജ എസ് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. അതൊന്ന് അഡ്രസ് ചെയ്യാം. അതിലേക്ക് പോവാം നമുക്ക്. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. ആയിക്കോട്ടെ. ശരി. അപ്പോ എന്തായാലും വളരെയധികം നന്ദി. ഇത്തരം ഒരു വിഷയത്തിൽ നമുക്ക് വളരെ ഡീസൻ്റ് ആയിട്ട്, വളരെ വിശദമായിട്ട് ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ ഒരു ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഉത്തരം തന്ന മിസ്റ്റർ അരുണിന് വളരെയധികം നന്ദി. ഇനി നമുക്ക് ഓപ്പൺ സെഷനിലേക്ക് പോവാം. ഒരു ചോദ്യം ഓൾറെഡി വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്കും ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം തന്നെ ഇതന്നെ എടുക്കുക, ഇപ്പോൾ വന്നിട്ടുള്ള ചോദ്യം എടുക്കുക. എന്താണ്? Not sure if the question is sensible. If huge computing power is an issue, can something in the lines of shared computing exist? Example, SETI, come up left desk, deep seek. Okay.
അത് ആ ചോദ്യം ഒട്ടും തന്നെ സെൻസിബിൾ അല്ലാത്ത ചോദ്യമൊന്നും അല്ല. ഉം. അത് പക്ഷേ ഇപ്പൊ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു കമ്പ്യൂട്ടേഷണൽ പവർ ഒന്നും തന്നെ ഒരൊറ്റ സിസ്റ്റത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നൊന്നുമല്ല. ഒരുപാട് സിസ്റ്റങ്ങൾ, ആ സിസ്റ്റങ്ങൾ പല രീതിയിലായിരിക്കും ഒരുമിച്ച് ചേർക്കുന്നുണ്ടാവുക. ചിലർക്ക് ഉദാഹരണത്തിന് ഇപ്പൊ ഗൂഗിളോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റ, അതായത് ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനി, അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ തന്നെ വലിയ ഫാമുകൾ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക സ്റ്റോറേജ് ഫാംസ് എന്നൊക്കെ പറയുന്ന ഡാറ്റ ഫാമുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള, അതിൽ സ്റ്റോറേജ് ഉണ്ടാവും, ചിലപ്പോൾ അത് പ്രോസസ്സിംഗ് കപ്പാസിറ്റി ആയിരിക്കാം, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ 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 ഇൻഫ്രാസ്ട്രക്ചർ അവർ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത്തരം ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യാനായിട്ട് ചെറിയ കാശ് പോരാ. അപ്പൊ അവരുടെ ഒരു ഫാമിനെ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു വലിയ തുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ മൊത്തം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എടുക്കുന്ന അത്രയും കാശ് വേണ്ടി വന്നേക്കും. അത്ര വലിയ തുകയാണ് അവർ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഇത് കണക്ക് നൂറുകണക്കിന് ഫാമുകൾ ഓരോ വലിയ സ്ഥാപനങ്ങളും റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പരസ്പരം ഈ ക്രൗഡ് സോഴ്സിങ് എന്നൊക്കെ പറയുന്നത് പോലെ വിവിധ വ്യക്തികളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇത്തരം സേഫി പോലുള്ള മൂവ്മെന്റുകൾ അത് പല മേഖലകളിലും നടക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു ക്രൗഡ് സോഴ്സിങ് എന്നുള്ള ഒരു ഫോമാറ്റ് ടെക്നോളജി മേഖലയിൽ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നതാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നോൺ പ്രോഫിറ്റ് പരിപാടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫോർ പ്രോഫിറ്റ് പരിപാടിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആൾക്കാർ ഉപയോഗിക്കും. ചിലർ ആൾക്കാരെ പറ്റിച്ചിട്ട് ഉപയോഗിക്കും. അതായത് ഞാനിപ്പോൾ അറിയാതെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കമ്പ്യൂട്ടേഷണൽ കപ്പാസിറ്റിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു മോശം ചോദ്യമല്ല, ഇതൊരു വയബിൾ ആയിട്ടുള്ള ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ പറയാ ബക്കനെ കണക്കാണ്. എത്ര കിട്ടിയാലും കഴിക്കാൻ ആർത്തി മൂത്ത് നടക്കുന്ന ഒരു റിക്വയർമെന്റ് ഇത്തരം AI സിസ്റ്റങ്ങൾക്കുണ്ട്. അവർക്ക് എത്ര പ്രോസസ്സിംഗ് കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാലും അത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടും തീരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. അവിടെയാണ് ഈ പുതിയ തരം സാങ്കേതിക വിദ്യകളൊക്കെ വരുമ്പോൾ ഒരു ലെസർ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയിൽ ഈ സംഭവത്തിനെ ഓടിക്കാൻ അവർക്ക് പറ്റുന്നു എന്നുള്ളൊരു വലിയ നേട്ടമായിട്ട് മാറുന്നത്. ഇതിന് വേറെയും ആസ്പെക്റ്റുകളുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യാത്ത കുറെ ആസ്പെക്ട് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി വലുതായിട്ട് വേണ്ടി വരണം എങ്കിൽ ആ പ്രോസസ്സിംഗ് കപ്പാസിറ്റി എങ്ങനെ ഉണ്ടാക്കും? അതിനുവേണ്ടി വലിയ ഇത്തരത്തിലുള്ള ഡാറ്റ ഫാമുകൾ, ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഓരോ സംവിധാനത്തിനും ഓരോ കാർബൺ ഫുട് പ്രിന്റ് ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. അപ്പൊ ഇതൊരു എക്കോളജിയെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഒരു ഡൊമൈനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും കമ്പ്യൂട്ടർ അല്ലേ, കമ്പ്യൂട്ടറിന് എന്ത് പ്രശ്നം, കമ്പ്യൂട്ടർ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT, DeepSeek അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ചാറ്റ് ആപ്ലിക്കേഷൻസും ഇത്തരത്തിലുള്ള LLM-കളും ഒക്കെ തന്നെ പ്രകൃതിയിൽ അതിന്റെ പാടുകൾ, വലിയ വലിയ കാൽപ്പാടുകൾ, വലിയ ഗർത്തങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വേറൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഏവിയേഷൻ ഡൊമൈനൊക്കെ കാലം കൂടുതൽ ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡൊമൈനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഫ്രോണ്ടിയർ ടെക്നോളജീസും IT-യും ITES-ഉം ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി എന്റെ കൂട്ടത്തിൽ വായിച്ചു ചേർക്കേണ്ട ഒരു കാര്യമാണ്. ഹലോ, ഫ്രാൻസിസ്, വളരെ നല്ല ടോക്കായിരുന്നു. മനസ്സിലാകാത്തുള്ളൊരു ഭാഗമില്ല. വളരെ കൃത്യമായിട്ടെല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ താങ്ക്സ്. അപ്പം ആദ്യം ഭാഗത്ത് പറഞ്ഞത് ഈ വളരെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് അതിനോട് കോപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അപ്സ്കില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ഒഴിവാക്കപ്പെടും, അവർ പുറന്തള്ളപ്പെടും എന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉടനടി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കാരണം ഈ ടെക്നോളജികൾ ഇത്രയധികം പെട്ടെന്ന് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ എഡ്യൂക്കേഷനും കൂടെ അതിൻ്റെ ഭാഗമാക്കി മാറ്റണ്ടേ. അല്ലെങ്കിൽ ഇപ്പം അടുത്ത 10 വർഷം കൊണ്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഗ്രാജുവേറ്റ്സ് ആയിട്ട് പുറത്തു വരും. അപ്പോഴവരും ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ഉറപ്പായും 100% ഞാൻ ആ ഒരു പോയിന്റുമായിട്ട് എഗ്രി ചെയ്യുന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തിരുത്ത് വരുത്തണം എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, വയോജന വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു പിന്തള്ളൽ കൂടുതലും സംഭവിക്കുന്നത് മുതിർന്ന ആൾക്കാരിലാണ്. ഇപ്പൊ ഉദാഹരണം തന്നെ 35 വയസ്സിന് മുകളിലുള്ള ഈ ഒരു സെഷനകത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം.
എത്ര പേര് പുതിയ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് പുതിയ സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? പരിചയപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ അതിന്റെ ഒരു ഡെപ്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ആക്സസ് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികമായ കാരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമയമില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ഡിവൈസസിന്റെ പ്രോക്സിമിറ്റിയുടെ പ്രശ്നങ്ങളായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ രണ്ടാമതൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായം കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പുതിയ വിഷയങ്ങളെ സ്വാംശീകരിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ പഴയ വിഷയങ്ങൾ ആഴത്തിൽ പോകാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ട് താനും. ഈ ഒരു പ്രശ്നം വലിയതാണ്. ഒരു പ്രായത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ എളുപ്പത്തിൽ കിട്ടാതെ പോകുന്നു എന്ന് പറഞ്ഞൊരു വലിയ കുഴപ്പമുണ്ട്. രണ്ടാമത്തെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസബിലിറ്റികളുള്ള ആൾക്കാർ, എനിക്ക് കണ്ണ് കാണില്ല, അല്ലെങ്കിൽ എനിക്ക് സെറിബ്രൽ പാൾസി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു ടെർമിനൽ ഡിസീസ് വന്നിരിക്കുന്ന ആളാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്കൊരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് ഓൾറെഡി അവർ പിന്തള്ളപ്പെട്ട് നിൽക്കുകയാണ്. അവർ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകളിൽ നിന്ന് ഒരുപാട് പിന്തള്ളപ്പെട്ടു പോകും. ജെൻഡർ ഇഷ്യൂസ് ഉണ്ട്. ഈ അടുത്ത സമയത്തുള്ള ഒരു പഠനം നടത്തിയപ്പോൾ, ILOയുടെ പഠനമാണ് നടത്തിയത്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, പുതിയ സാങ്കേതിക വിദ്യകൾ കാരണം തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നതിൽ ഒരു പുരുഷന് തൊഴിൽ നഷ്ടപ്പെടുന്ന സമയത്ത് 2 സ്ത്രീകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. അപ്പൊ അതൊരു ജെൻഡർ പ്രോബ്ലം ആണ്. അതൊരു ചെറിയ പ്രോബ്ലം അല്ല. കാരണം തൊഴിൽ നഷ്ടം എന്ന് പറയുന്നത് 2018 മുതൽ 2025 വരെയുള്ള പ്രഡിക്ഷൻസ് 2018 തന്നെ WEFന്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്നുള്ള റിപ്പോർട്ടിലുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ചില്ലറ ജോലി നഷ്ടമൊന്നും അല്ല, 70% തൊഴിലുകൾ അഫക്റ്റഡ് ആകുമെന്നാണ് അന്ന് അവർ പ്രെഡിക്ട് ചെയ്തത്. ആ 70% ജോലികൾ നഷ്ടപ്പെടുന്നല്ല, 70% ജോലികൾ അഫക്റ്റഡ് ആവും. 2 തരം ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് ഈ ഡിസ്പ്ലേസ്മെന്റ്, നഷ്ടപ്പെടൽ എന്നൊരു തൊഴിൽ മേഖല. രണ്ടാമത്തത് ട്രാൻസ്ഫോർമേഷൻ, ജോലി മാറുക. ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാൻ പുതിയ തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. അതൊരു എന്റെ ജോലി നഷ്ടപ്പെടലല്ല, ഞാൻ പക്ഷേ പുതിയ തരത്തിൽ അപ്സ്കിൽ ചെയ്യപ്പെടേണ്ടി വരും. ഇങ്ങനെയുള്ള അപ്സ്കില്ലിങ്ങിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റിനും ഒക്കെ കീഴടങ്ങുന്നതിൽ വലിയ രീതിയിൽ സ്ത്രീകൾ അഫക്റ്റഡ് ആവുന്നുണ്ട്. വലിയ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ അഫക്റ്റഡ് ആവുന്നു, മാർജിനലൈസ്ഡ് സൊസൈറ്റി പെടുന്ന ആൾക്കാർ അഫക്റ്റഡ് ആവുന്നു, മുതിർന്ന വ്യക്തികൾ അഫക്റ്റഡ് ആവുന്നു. ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അപ്പൊ ഈ മേഖലയും എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് അഡ്രസ് ചെയ്യപ്പെടണം. അവരെ എങ്ങനെ കോൺസ്റ്റന്റ്ലി പഠിപ്പിക്കാം, എങ്ങനെ കോൺസ്റ്റന്റ്ലി അപ്സ്കിൽ ചെയ്യാം. അതുപോലെ നേരത്തെ ഫ്രാൻസിസ് മാഷ് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അതും ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോഴും ഇപ്പൊ നമുക്കറിയാം ഈ വർഷം കേരളത്തിനകത്ത് വിദ്യാഭ്യാസ കരിക്കുലം ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇതിനു മുമ്പ് നടന്നത് 10 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഈ 10 കൊല്ലം മുമ്പുള്ള സാധനം ഇപ്പൊ 2025 പരിഷ്കരിച്ചു, ഇനി അടുത്ത 2035 പരിഷ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ 10 കൊല്ലം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നും തന്നെ ഈ 10 കൊല്ലത്തിനിടയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് കിട്ടാതെ വരും. അത് ഡിസാസ്ട്രസ് ആണ്. അപ്പൊ അതിനെ എങ്ങനെ ഒഴിവാക്കാം? അത് കുറച്ചുകൂടെ ഡൈനാമിക് ആയിട്ട് സ്വയം തിരുത്തുന്ന കരിക്കുലങ്ങൾ ഉണ്ടായി വരേണ്ടി വരും. അങ്ങനെ സ്വയം തിരുത്തുന്ന കരിക്കുലങ്ങൾ ഉണ്ടാകണമെങ്കിൽ എഡ്യൂക്കേഷൻ സംവിധാനങ്ങളുടെ ഘടന ഇന്റേണലി പൊളിച്ചു പണിയേണ്ടി വരും. ആ ഇന്റേണൽ പൊളിച്ചു പണിയിൽ എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇപ്പൊ ചിന്തിക്കണം. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അത് ചെറിയ പണിയല്ല. മൂന്നാമത്തെ ഒരു വലിയ പ്രശ്നം, ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഡിവൈഡ്, ഈ ഡിജിറ്റൽ ഡിസബിലിറ്റി എന്ന് പറയുന്നതിന്റെ കൂടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ജനറേഷണൽ ഡിഫറൻസസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തലമുറകൾ തമ്മിലുള്ള വിടവ്, അല്ലെങ്കിൽ തലമുറ തല്ല് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. ഇപ്പൊ മുതിർന്ന തലമുറയും ചെറുപ്പക്കാർക്കും ഇടയിൽ പണ്ടും എന്നും എല്ലാ കാലത്തും അടിയുണ്ടാവും, സ്വാഭാവികമാണ്. അത് ഒരു വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ ഞാനും കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ്റെ അടുത്ത് അടി കൂടിയിട്ടുണ്ട്, അച്ഛൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് അടി കൂടിയിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഈ അടിക്കും കൺട്രോളിനും ഇടയിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം ഈ ബാലൻസിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇന്നത്തെ കുട്ടികൾ അവരുടെ ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവരുപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതാണെന്ന് അറിയില്ല, അവർ കാണുന്ന മനുഷ്യന്മാർ ഏതാണെന്ന് അറിയില്ല, അവർ എവിടെ നിന്നൊക്കെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതെന്ന് അറിയില്ല, അവർ ഏത് കണ്ടന്റ് കാണുന്നു എന്നറിയില്ല, അവർ ഏതൊക്കെ രീതിയിൽ അവരുടെ സ്വഭാവം ക്രമീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും ഒഫൻസീവായിട്ടാണ്. അവരെ ത്രട്ടൺ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെന്തോ തെറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ അവരെ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അവരെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും ഫാർ എഹെഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി അവർക്കുണ്ട്, ഇൻഫർമേഷൻ അവർക്കുണ്ട്, അവരുടെ ലോകം കുറച്ചുകൂടി വളരെ വലുതാണ്. ഈ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ, ഈ തലമുറ തല്ല് വരും കാലത്തിന്റെ മുന്നോട്ട് പോക്കിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം ഇവർ ചെന്ന് കുഴിയിൽ ചാടും, ഇവർ വലിയ തരത്തിലുള്ള ക്രിമിനൽ സംഭവങ്ങളിലേക്ക് എത്തിപ്പെടാം. ഇവര് ചിലപ്പോ ഇതിന്റെ ഒരു കൾച്ചറൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ചരിത്രപരമായ മുന്നേറ്റങ്ങൾ ഒന്നും നോക്കാതെ
ഇതിനെ സമീപിച്ചെന്നിരിക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു തരം സവിശേഷമായ ഒരവസ്ഥയും കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇതും എഡ്യൂക്കേഷൻ എന്ന വിഷയം ഒരു ഹയർ ലെവൽ ഫ്രെയിംവർക്കിനകത്ത് അഡ്രസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. താങ്ക് യു. താങ്ക് യു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? പറയൂ. നല്ല ടോക്ക്. ആദ്യം ഒരു നന്ദി പറയുന്നവരുണ്ട്. താങ്ക്സ് മാസ്റ്റർ. ഒന്ന്, ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ അത് ഒരുപാട് ഈ പ്രോസസ്സിംഗ് കമ്പ്യൂട്ടിംഗ് വേണം, അത് ഒന്ന് ഫോം ചെയ്യാനും പ്ലാറ്റ്ഫോം ഫോം ചെയ്യാനും വേണം, അത് റൺ ചെയ്യാനും വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ പുതിയ ഡീപ് സീക്ക് ഒക്കെ സ്മോൾ ലാംഗ്വേജ് മോഡലൊക്കെ വരുമ്പോ അതുണ്ടാക്കുന്ന ഈ കാർബൺ പ്രിന്റ് കുറയ്ക്കാൻ ഈ പുതിയ ഇന്നോവേഷൻ സഹായകരമാവുമോ എന്നാണ് ഒരു ചോദ്യം. ഒരെണ്ണം കൂടിയുണ്ട്. ഇപ്പോ ഈ പുതിയ ടെക്നോളജി നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും. ഇപ്പോ ഡെൻമാർക്കിലും സ്വീഡനിലും അവര് ഈ ടാബ് ബുക്ക് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും ടാബിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സമ്പ്രദായമായിരുന്നു സ്കൂളിൽ. ഇപ്പൊ അവര് തിരിച്ചു പോവുകയാണ്. പല ബേസിക് സ്കിൽസും ഈ സ്ക്രീനിൽ മാത്രം കളിച്ചതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ത്രെറ്റ് ഇതിൽ നിന്നുണ്ടാവുമോ എന്നുള്ളത് കൂടി. ഓക്കെ, രണ്ടും പ്രസക്തമായ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡീപ് സീക്ക് പോലുള്ള ഇന്നോവേഷൻസ്, ഇപ്പൊ പുതുതായിട്ടുണ്ടാകുന്ന ഇന്നോവേഷൻസ് ഈ പ്രോസസ്സിംഗ് കപ്പാസിറ്റി കുറയ്ക്കാനുള്ള ഒരു തുടക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇപ്പൊ ChatGPT ഉപയോഗിച്ച പ്രോസസ്സിംഗ് കപ്പാസിറ്റിയെക്കാളും ChatGPT അല്ല, ഈ ഡീപ് സീക്കിന് ഇക്വലന്റ് ആയിട്ട്, ഡീപ് സീക്ക് ഒരു ഓപ്പൺ സോഴ്സ് സാങ്കേതിക വിദ്യയാണ്. അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ടുള്ളത് ഫേസ്ബുക്കിന്റെ ലാമ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു LLM ആയിരുന്നു. ഈ ലാമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീപ് സീക്കിന് അതിന്റെ ലാമ ഉപയോഗിച്ചതിന്റെ 1/3 പ്രോസസ്സിംഗ് കപ്പാസിറ്റി മതി എന്ന് പറഞ്ഞൊരു പഠനം ഞാൻ കണ്ടിരുന്നു. അതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല, കാരണം അത് കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ അറിയാലോ, ഒരു 2-3 ദിവസമേ ആയുള്ളൂ ഈ പരിപാടിയൊക്കെ കേട്ടു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വായിച്ചിടത്തോളം അത് 1/3 മാത്രം പ്രോസസ്സിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുത്തുകൊണ്ട് ആണ് ഇത് മുന്നോട്ട് പോകുന്നത്. സോ എന്നാൽ ഡീപ് സീക്ക് ഒരു LLM തന്നെയാണ്. ഡീപ് സീക്ക് ഒരിക്കലും ഒരു സ്മോൾ ലാംഗ്വേജ് മോഡൽ ഒന്നും അല്ല. അത് ഉറപ്പായിട്ടും ആ ഒരു ഫ്രെയിമിലുള്ള ഒരു വലിയ സ്കെയിൽഡ് മോഡൽ തന്നെയാണ് ഡീപ് സീക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ സ്റ്റിൽ അതിന്റെ പ്രോസസ്സിംഗ് റിക്വയർമെന്റുകൾ ഡ്രാസ്റ്റിക്കലി അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്മോൾ ലാംഗ്വേജ് മോഡലുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവൻ ഒരു ഡെസ്ക്ടോപ്പിൽ പോലും റൺ ചെയ്യാൻ പാകത്തിൽ എൻ്റെ ഒരു കമ്പ്യൂട്ടറിനകത്ത് എനിക്കൊരു സ്മോൾ ലാംഗ്വേജ് മോഡലിനെ റൺ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന്റെ ഒരുപാട് തലത്തിൽ അതിനെ പലരും പരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് കൂടി ഞാൻ ഒരാളെ കണ്ടാണ്, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലെ ഒരു ഡെവലപ്പർ, അയാൾ ഈ പറയുന്ന ഫ്രെയിംവർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്മോൾ ലാംഗ്വേജ് മോഡൽ അയാൾ ഉണ്ടാക്കിയിട്ട് അത് ഷെയർ ചെയ്യണ്ടായി. അത് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഇപ്പൊ ChatGPT പോലത്തെ, എന്നാൽ അത്രയ്ക്ക് വലിയ ഗംഭീരമൊന്നുമല്ല, ഒരു കുഞ്ഞു കാര്യം, ഒരു കുഞ്ഞു പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എഫിഷ്യൻസിയോടുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സ്മോൾ ലാംഗ്വേജ് മോഡൽ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ. അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന കാർബൺ ഫുട് പ്രിന്റുകൾ മാറ്റാൻ പറ്റും. നമുക്ക് നമ്മുടെ അജണ്ടകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്നൊരു ആശയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതാണ് എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഏതായിരുന്നു സാർ? ഞാൻ മറന്നുപോയി. സ്വീഡനിലും ഡെൻമാർക്കിലും ബുക്കിലും പേപ്പറിലേക്കും പോവാണ്. കാരണം സ്കിൽസ് പലതും കുട്ടികൾക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതുപോലെ ഒരു പ്രശ്നം നമ്മൾ AI ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും ഉണ്ടാവില്ലേ എന്നാണ്. ഉണ്ട്. ബ്ലൈൻഡ് ആയിട്ട് ഈ സാധനങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് നമ്മളൊരു ഡൈലമയിൽ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളറിയാം, കോവിഡിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുകയില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതിനെ ദുരുപയോഗം ചെയ്യും. അത് കോഴ്സിൽ തന്നെ പറയണം, ഈ ദുരുപയോഗം ചെയ്യും എന്നുള്ള സാധനമായിരുന്നു നമ്മുടെ രക്ഷിതാക്കളുടെ പേടിയും അവരുടെ ഒരു വാദവും. ആ മനുഷ്യന്മാര് പിറ്റേ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച സമയം കൊണ്ട് കുട്ടികൾക്ക് ഫോൺ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുത്തേ പറ്റുമെന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. അപ്പൊ പിന്നെ ഓരോ കുട്ടിക്കും ഓരോ ഫോൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ പ്രശ്നം എന്താ? ഈ സഡൻ സ്വിച്ച് ഉണ്ടാക്കുന്ന പ്രശ്നം കുട്ടികൾ ഇതിൽ ഭയങ്കര എക്സ്പെർട്സ് ആയി. എന്നിട്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എത്രയോ കുട്ടികൾ വളരെ ഗംഭീരമായിട്ട് അവരുടെ അച്ഛനമ്മമാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പണ്ട് നമ്മൾ ഈ തമാശ പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ലോഗരിതം ടേബിളിന് കാലൊടിഞ്ഞു, അതുകൊണ്ട് മെച്ചപ്പെടുത്താനായിട്ട് കാശ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു
എനിക്ക് തോന്നുന്നു കുറച്ചൊരു പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ ഓർമ്മയിൽ ഉള്ള ഒരു തമാശയായിട്ടുള്ള ഒരു സംഭവം പോലെ ഇപ്പൊ കുട്ടികൾ വളരെ രസമുള്ള സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ടൂർ പോകുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം, ഈ സഡൻ സ്വിച്ചസ് എപ്പോഴും പ്രശ്നമാണ്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു അത് പ്രസാദ് സാറിന് തന്നെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ എപ്പോഴാണ് ഭാഷ എന്ന കഴിവിനെ സ്വാംശീകരിച്ചത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ 6000 കൊല്ലം ആയിട്ടുള്ളൂ നമ്മുടെ ലാംഗ്വേജ് എന്നുള്ളൊരു സ്കില്ല് നമ്മുടെ തലച്ചോറിന് പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്ത് ഭാഷ, അപ്പോൾ ആ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ 6000 കൊല്ലങ്ങൾക്ക് ഉള്ളിൽ സാധിച്ചെങ്കിൽ അതുപോലെ അത്രയും ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉള്ള ഒരു തലച്ചോറുകൾ ചുമന്ന് നടക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്നുള്ള ഈ മാറ്റം നമ്മുടെ തലച്ചോറുകളെ വളരെ വ്യക്തമായി മാറ്റും. വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ, അതിന്റെ ഇമ്പാക്റ്റുകൾ മനസ്സിലാക്കാൻ സമയമെടുക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ റീൽസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, റീൽസ് കാണുമ്പോൾ നമുക്ക് ഓരോ 30 സെക്കൻഡിൽ അല്ലെങ്കിൽ 1 മിനിറ്റിനകത്ത് നമ്മളൊരു കഥ കണ്ടു തീർക്കുകയാണ്. അങ്ങനെ ഒരു മണിക്കൂർ റീൽസ് കാണുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് 60ഓളം കഥകൾ കണ്ടു തീർക്കുന്നു, പൂർണ്ണമായി ഫിനിഷ്ഡ് ആയിട്ടുള്ള കഥകൾ തീർക്കുന്നു. അപ്പോൾ ഈ 60 കഥകൾ നമ്മുടെ ഒരു ക്ലാസിന്റെ ലെങ്ത് ആണ്. അപ്പൊ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിക്ക് ഒരേ വിഷയം 60 മിനിറ്റ് നേരം അല്ലെങ്കിൽ 40 മിനിറ്റ് നേരം സംസാരിക്കുമ്പോൾ അയാൾക്ക് 40 കഥകൾ ആ സമയത്ത് കേൾക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് പരുവപ്പെട്ട തലച്ചോറുമായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിക്ക് ഇതെങ്ങനെ മനസ്സിലാവും? അവരുടെ അറ്റൻഷൻ കുറയുന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റമുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു. മറ്റൊരു കാര്യം, ഇവരുടെ ശാരീരികമായ മറ്റു പല പ്രശ്നങ്ങൾ, ഇപ്പൊ കണ്ണിന്റെ പ്രശ്നങ്ങൾ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ, WHO ഒരു സർക്കുലർ പോലും ഉണ്ട്. WHO ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കരുത്. എന്താണ്, 0 ടോളറൻസ് ആണ്. എന്ന് വെച്ചാൽ വെറുതെ കാണാൻ പോലും കൊടുക്കരുത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നിർത്തിയിട്ട് കൊടുത്തോളൂ, പക്ഷെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ഇത് WHO പറഞ്ഞിട്ട് കുറച്ചായി. ഇത് അവർക്ക് എന്തെങ്കിലും ക്യാൻസർ വരുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വരും എന്നുള്ളതല്ല. ഇവരുടെ ബിഹേവിയറൽ പാറ്റേൺസിനെ ഇത് ബാധിക്കും. ഇത് ഒരുപാട് തരത്തിൽ അവരുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുള്ള പഠനങ്ങൾ കൃത്യമായിട്ട് വലിയ ഏജൻസികൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ എഡ്യൂക്കേഷൻ പാരഡൈം മാറ്റുമ്പോൾ പെട്ടെന്ന് അങ്ങ് എല്ലാം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, എല്ലാം വളരെ സുഖകരവും നന്മയും നിറഞ്ഞതുമായിട്ടുള്ള ഒരു ലോകമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതിനെ എല്ലാത്തിനെയും എടുത്ത് പരിശോധിച്ച് നല്ലതും ചീത്തയും വളരെ വിഷമിച്ച് അളന്ന് കുറിച്ചിട്ട് വേണം നമ്മൾ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാൻ. അവിടെ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയാ, എഡ്യൂക്കേഷനിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് ആൾക്കാർ മാത്രം ഇരുന്നിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യുന്ന സംവിധാനത്തിനെ പൊളിക്കേണ്ടി വരും. അതല്ല ഇനി വേണ്ടത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ജസ്റ്റ് BEdോ MEdോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മാത്രം പഠിച്ചിട്ടുള്ള ചങ്ങാതിമാരെക്കാളും അവർ ഉറപ്പായിട്ടും അവർക്ക് സിഗ്നിഫിക്കൻസ് ഇല്ലെന്നല്ല, അവർ തന്നെയാണ് ലീഡ് ചെയ്യേണ്ടത്. പക്ഷെ അതോടൊപ്പം സൈക്കോളജിസ്റ്റുകൾ ആവശ്യമുണ്ടാവും, ടെക്നോളജിസ്റ്റുകൾ ആവശ്യമുണ്ടാവും, സോഷ്യോളജിസ്റ്റുകൾ ആവശ്യമുണ്ടാവും, പോളിസി മേക്കേഴ്സ് ആവശ്യമുണ്ടാവും. ഇവരുടെ ഒരു കളക്റ്റീവ് ഫോമാറ്റിൽ തന്നെ ഈ ഒരു ചർച്ചകൾ കൊണ്ടുവരികയും അതിന്റെ ഒരു ശരിതെറ്റുകളെ വളരെ ഗഹനമായിട്ട്, ഈ പാഠപുസ്തകം ഉണ്ടാക്കാൻ വേണ്ടി 2 ആഴ്ച ഇരുന്നിട്ട് ശ്വാസം വിടാതെ പണിയെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഒട്ടും സസ്റ്റൈനബിൾ അല്ല, ഒട്ടും നല്ലൊരു പരിപാടിയല്ല. സമയമെടുത്ത് വളരെ സാവകാശം, വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിനെ കണ്ടു തിരുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഗവൺമെന്റുകളുടെ പ്രയോറിറ്റി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. അത് എനിക്ക് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത് തോന്നുന്നത്. ഞാൻ വായിക്കാം. Dark web is a totally different area unknown to 99% of web users. How the dark web, which is totally anonymous yet distributed and connected, take to misuse AI എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ജാമ്യം ഇപ്പൊ പ്രയോഗിക്കേണ്ടി വരും. എനിക്ക് ഡാർക്ക് വെബിനെ പറ്റിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഡാർക്ക് വെബ് എന്നുള്ള ആശയം എനിക്ക് അറിയാം. ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഡ്രസ് ഉള്ള പേജുകളാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ എനിക്ക് google.com എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ആ google.com പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ കിട്ടും എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ facebook.com എന്ന് പറയുമ്പോൾ അതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാൽ ഈ അഡ്രസ് ഇല്ലാതെ ഒരുപാട് പേജുകളുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യാൻ ചില സങ്കേതങ്ങളും ഉണ്ട്. അത് ടെക്നിക്കലായി ആ ഒരു മേഖലയിൽ പരിശീലിക്കുന്ന ആൾക്കാർക്ക് വളരെ രസകരമായി നമ്മളെ ഈ കെട്ടിടത്തിന്റെ താഴെ ചെറിയ കനാലുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ കെട്ടിടത്തിൽ പുറമേക്ക് കാണുന്ന ഫസാഡിന് പുറത്ത് താഴേക്ക് വലിയ ഗംഭീരമായിട്ടുള്ള കനാൽ നെറ്റ്വർക്കുകൾ ഉണ്ടാവും.
അപ്പൊ അതിലൂടെ സഞ്ചരിക്കുന്ന ജീവജാലങ്ങളുണ്ട്, അതിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന്മാർ പോലും ഉണ്ടാവും. അപ്പൊ അത്തരം സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഒരു സംവിധാനം. അപ്പൊ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെയും പലതരത്തിലുള്ള കണക്ഷൻസും, പിന്നെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ചിലതരം ടെക്നോളജികളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ക്രിപ്റ്റോ കറൻസി, ഇപ്പൊ ബ്ലോക്ക് ചെയിൻ പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലോകമാണ് ഡാർക്ക് വെബിൻ്റെത് എന്നുള്ളതല്ലാതെ ഞാനെന്റെ ജീവിതത്തിൽ ഇതുവരെയും ഡാർക്ക് വെബിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതിന്റെ പൂർണ്ണമായിട്ടുള്ള സാധ്യതയെ പറ്റി അറിയില്ല. AI-ക്ക് എങ്ങനെ ഇത് ദുരുപയോഗം വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും അത് അറിയാന്നുണ്ടെങ്കിൽ തന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല തോന്നുന്നു. അല്ല, അറിയില്ല, അതുകൊണ്ടാണ്. അല്ല, അത് പോട്ടെ. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ആർക്കെങ്കിലും അതൊക്കെ ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കാം. സമയം ഓൾറെഡി 7:15 കഴിഞ്ഞ് 7:20 ആവാറായി. ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വീണ്ടും ശ്രീ അരുൺ രവിക്ക് സയൻസ് പീപ്പിളിൻ്റെ വകയും ഇൻഡിവിജ്വലായിട്ടും എല്ലാവരുടെ വകയും ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരുടെ വകയും ഒന്നുകൂടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മാത്രമല്ല, ഇവിടെ വന്ന് കേൾക്കാനായിട്ട് വന്നിട്ടുള്ള, പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.